മൂവാറ്റുപുഴയിൽ നിന്ന് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നും അത് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂവാറ്റുപുഴയിൽ എനിക്ക് ആരെയും പരിചയമുണ്ടായിരുന്നില്ല. പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കോഴിക്കോട് തന്നെ ഒരു സുഹൃത്ത് വിളിച്ചാൽ പറഞ്ഞത് മൂവാറ്റുപുഴയ്ക്ക് പോകണം, അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്, സബ്ജക്റ്റ് ഒക്കെ അവർ പറഞ്ഞു തരും. എന്താ അവർ വിളിച്ചാൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ആദ്യം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെയാണല്ലോ, പരിചയത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കഴിഞ്ഞ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇവിടെ ഒരു 4-5 സുഹൃത്തുക്കളെ കിട്ടി എന്നുള്ളതാണ് ഇന്നിങ്ങോട്ടേക്ക് വരാനുള്ള ഒരു നല്ല ധൈര്യം. അവരൊക്കെ ഇവിടെ കാണുകയും ചെയ്തപ്പോൾ നല്ല സന്തോഷമുണ്ട്. ആ കഴിഞ്ഞ ഞങ്ങളൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു അടിമാലി മൂന്നാർ. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു 2-3-4 സുഹൃത്തുക്കൾ അവരെ ഇവിടെ കാണുന്നത് കൊണ്ട് സന്തോഷമുണ്ട്. പിന്നെ ബാൻശ്രീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ശരിക്കും പറയാൻ വരില്ലായിരുന്നു. കാരണം ഇദ്ദേഹം ഷൂട്ട് ചെയ്തത് മുഴുവൻ കൊള്ളാം. ഇദ്ദേഹത്തിന് സ്ഥിരം പരിപാടിയാണ്, എവിടെ പോയാലും അത് ഷൂട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇന്ന് എന്തോ ഭാഗ്യത്തിന് കറണ്ട് പോയി, അതുകൊണ്ട് അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പൊ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ച തിരൂരിൽ പോയപ്പോൾ, അത് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കൂടെ പ്രചോദനമാവും എന്നുള്ള ഒരു കാര്യം കൊണ്ടുകൂടിയാണ്. തിരൂരിൽ ഇതുപോലെയുള്ള തന്നെ ഒരു പരിപാടിക്ക് പോയപ്പോൾ മതവും ശാസ്ത്രവും എന്നുള്ളതായിരുന്നു ആ ഒരു സബ്ജക്റ്റ്. അപ്പൊ അവിടെ പോയപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞ ഒരു നിർദ്ദേശം, നമുക്കിവിടെ ഒരു വയല് പരമ്പര വെക്കണമെന്നാണ്. വയലെന്ന് പറഞ്ഞ അറിയാലോ നിങ്ങൾക്ക്, ഈ മതപ്രസംഗത്തെ കുറിച്ചാണ് വയലെന്ന് പറഞ്ഞ ആള് ഒരു അറബിക് വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം ഉപദേശം എന്നാണ്. അപ്പൊ ഉപദേശം, ഇവരെ ഉപദേശിച്ച ആളുകളെ നന്നാക്കാൻ വേണ്ടി രാത്രി കാലത്ത് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന ആ ഒരു കാര്യത്തെയാണ് വയല് പരമ്പര എന്ന് പറയുന്നത്. അപ്പൊ അത് അവിടെയുള്ള ആളുകൾ പറയുന്നത് നമുക്കും ഒരു വയല് പരമ്പര വെച്ചാൽ എന്താണ്. അപ്പൊ ആ ഒരു വാക്ക്, വയല് പരമ്പര എന്നുള്ളൊരു വാക്ക് കുറച്ചു മുമ്പ് സി രാധാകൃഷ്ണൻ എഴുതിയ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. CPIയുടെ ഒരു നേതാവായിരുന്ന NC മമ്മൂട്ടി മാഷ്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. NC മമ്മൂട്ടി മാഷ് അസുഖമായിട്ട് ഇവിടെ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് സി രാധാകൃഷ്ണൻ അദ്ദേഹത്തെ കാണാൻ വന്നപ്പോ മമ്മൂട്ടി മാഷ് അവസാന ദിവസങ്ങളിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഞാനിവിടുന്ന് അസുഖമൊക്കെ മാറിയിട്ട് വീട്ടിലേക്ക് പോയിട്ട് വേണം നമുക്കൊരു സാഹിത്യ പെരുന്നാൾ നടത്താൻ. അപ്പം സി രാധാകൃഷ്ണൻ പറഞ്ഞത് ആ ഒരു യൂസേജ്, ആ ഒരു ശൈലി, സാഹിത്യ പെരുന്നാൾ എന്നുള്ള ആ ഒരു ശൈലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് വയറ് പരമ്പര നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ആ വയറ് എന്ന് പറയുന്ന ആ ഒരു ശൈലി എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് നടത്തണം. ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നിന്നുള്ള മുസ്ലിങ്ങളാണ്. ഇപ്പം വരുമ്പോ തൃശ്ശൂരിൽ വെച്ചിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു, മുസ്ലിങ്ങളൊന്നും അങ്ങനെ യുക്തിവാദികളിൽ വരാറില്ല അല്ലേ. അപ്പൊ പറഞ്ഞതിന് ഒരു കാര്യമുണ്ട്, മുസ്ലിങ്ങൾ യുക്തിവാദികളാവുക. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പേ ഞാൻ കണ്ണൂർ ജില്ലാ KYSന്റെ ജില്ലാ സമ്മേളനത്തിന് പോയപ്പോ ആ ജില്ലാ സമ്മേളനത്തില് അവിടെ പങ്കെടുത്തിരുന്നത് കേവലം 3 മുസ്ലിങ്ങൾ മാത്രമായിരുന്നു. ഒന്ന് ഞാനും, പിന്നെ 2 ഒരു അച്ഛനും മോനും. മഹമ്മൂദ് ഖാൻ എന്ന് പറയുന്ന പുള്ളി ഒരു കവിയും നാടകകൃത്തുമൊക്കെയാണ്. മഹമ്മൂദ്ഖയും മഹമ്മൂദ്ഖയുടെ മോനും മാത്രമാണ്. അങ്ങനെ 3 മുസ്ലിങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. അപ്പൊ ഇവിടെ പറഞ്ഞത് മുസ്ലിങ്ങളൊക്കെ അങ്ങനെ യുക്തിവാദികളാവുന്നത് വളരെ കുറവാണ് അല്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് ഇപ്പം ധൈര്യത്തിൽ അവരോട് പറയാൻ പറ്റുന്നുണ്ട്, അല്ല, മുസ്ലിങ്ങളും ഒരുപാട് യുക്തിവാദത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ പുതിയ സോഷ്യൽ മീഡിയയുടെ ഒരു സാധ്യത വെച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ക്ലോസറ്റ് എത്തീസ്റ്റുകളാണെങ്കിൽ പോലും അതിനുള്ളിൽ ഇന്നലെ ഒരു പോസ്റ്റ് ആരോ ഇട്ടത് കണ്ടു, ഞാൻ എന്റെ ഫേക്ക് ID മാറ്റിയിട്ട് ഞാൻ എന്റെ ഒറിജിനൽ IDയിലേക്ക് വരാൻ പോവുകയാണ്. എന്റെ ഉപ്പ ഒരു പള്ളി കമ്മിറ്റി സെക്രട്ടറി ഒക്കെ ആയിരുന്നു. പക്ഷെ ആ പള്ളി കമ്മിറ്റി സെക്രട്ടറി ഉപ്പാടൊക്കെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ഫേക്ക് ID കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ നാട്ടിലുള്ള ഏതോ ഒരു വിധത്തിൽ എന്റെ ചില പോസ്റ്റുകൾ കയ്യോടെ പൊക്കിയിട്ട് അവരുടെ ചില ഗ്രൂപ്പുകളെയൊക്കെ ഇട്ട് ഞാനാണ് എന്നത് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഏതായാലും ഞാൻ എക്സ്പോസ്ഡ് ആയി. ഇനി അതുകൊണ്ട് ഞാൻ ഇനി എന്റെ ഒറിജിനൽ IDയിൽ തന്നെ കാര്യങ്ങൾ പറയാൻ പോവുകയാണ് എന്ന് ഇന്നലെ
ആരോ പോസ്റ്റ് ചെയ്തതായിട്ട് കണ്ടു. ഇപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, അങ്ങനെ ദൈവമെല്ലാം സൃഷ്ടിച്ചതെങ്കിൽ ഇത് പിന്നെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കുമ്പോൾ, ഈ ഒരു പ്രപഞ്ചം ദൈവമെല്ലാം സൃഷ്ടിച്ചതെങ്കിൽ ആര് സൃഷ്ടിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ഡിങ്കനാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാനും അതിനെ തെളിയിക്കാനോ അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനോ കഴിയില്ല. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ഡിങ്കനാണെന്ന് പറയുമ്പോൾ അതെങ്ങനെ ഒരു ദൈവവിശ്വാസി അതിനെങ്ങനെയാ പ്രതിരോധിക്കുക? അത് പൊട്ടത്തരമാണ്. ഇത് ഡിങ്കനാണ് ഉണ്ടാക്കിയത്, ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ഡിങ്കനാണ് എന്ന് നമ്മൾ പറയാം. ബാലമംഗളത്തിലുള്ള ഒരു കഥാപാത്രമാണ് ഡിങ്കനെന്നും ആ ഡിങ്കന് ഈ പ്രപഞ്ചം ഉണ്ടാക്കാൻ, ഈ പ്രപഞ്ചമൊക്കെ ക്രിയേറ്റ് അല്ലെങ്കിൽ പ്രപഞ്ചമൊക്കെ ഉണ്ടായതിനു ശേഷം എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ 21ാം നൂറ്റാണ്ടിലാണ് ഈ ബാലമംഗളം പ്രസിദ്ധീകരിച്ച് അതിലൊരു ഡിങ്കൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടാവുന്നത്. ആ ഡിങ്കനാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ പോലും ഒരു ദൈവവിശ്വാസിക്ക് അത് ഡിസ്പ്രൂവ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനോ കഴിയില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് ദൈവമാണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നത്, ഇത് ഡിങ്കനാണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് പോലെ പൊട്ടത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത് ഏറെക്കുറെ ഇന്ന് ഇപ്പൊ ഇവല്യൂഷനെ കുറിച്ച് ഇപ്പൊ വലിയ ചർച്ചയാണ്. ഇപ്പൊ എന്താണ് സ്നേഹസംവാദം എന്ന് പറയുന്ന ഒരു മാസികയുണ്ട്, മുജാഹിദുകൾ. അവരാണ് ഇപ്പോ ഇവല്യൂഷനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചുകൊണ്ട് ഇവല്യൂഷൻ തെറ്റാണ്, പരിണാമം നടന്നിട്ടേ ഇല്ല, പരിണാമം തെറ്റാണ് എന്ന് പറയുന്നത്. രാജു വാടാനപ്പള്ളി ഈ ഏറ്റവും പുതിയ രാജു വാടാനപ്പള്ളി സാർ ഇവിടെ ഉണ്ടാവും എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോ പുള്ളിയുടെ ഏറ്റവും പുതിയ ലേഖനത്തിൽ പുള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട്. പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ ദൈവം അല്ലെങ്കിൽ ഇവല്യൂഷൻ തെറ്റാണെന്ന് തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, തെറ്റാണെന്ന് ആർക്കും തെളിയിക്കാം. പക്ഷെ ഒരു തെളിവ്, ഒറ്റ തെളിവ്, പ്രീ കാംബ്രിയൻ കാലഘട്ടത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള ഒരു ഫോസിൽ ശേഖരത്തിൽ മനുഷ്യന്റെയോ മുയലിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെർട്ടബ്രേറ്റിന്റെ ഒരു ഫോസിൽ കണ്ടെത്തി തെളിവ് തന്നാൽ മതി, ഞങ്ങളൊക്കെ ദൈവത്തിൽ വിശ്വസിച്ചോളാം, പകരം ഈ പരിണാമം തെറ്റാണ് എന്ന് ഞങ്ങൾ പറഞ്ഞോളാം എന്നുള്ള ഒറ്റ ഒരു വളരെ ചെറിയ ഒരു കാര്യം ഇതുപോലും പറയാൻ കഴിയാത്ത വിധത്തിലാണ് ഇവർ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട്, ഏതെങ്കിലും തരത്തിൽ ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സബ്ജക്റ്റിലേക്ക് എത്തിയിട്ടില്ല, പറഞ്ഞു വന്നത് ഇതുപോലും ഒരുപക്ഷെ വളരെ പ്രകടമായിട്ട് ഇന്ന് ഇതുപോലെയുള്ള ആളുകള്, ഫെർമിസ് ഹാഷിമിനൊക്കെ പോലെയുള്ള ആളുകള് വളരെ കൃത്യമായിട്ട് ഈ തരത്തിൽ ഇവല്യൂഷനെയൊക്കെ ഏത് തരത്തിലാണ് ഇവല്യൂഷൻ ദൈവത്തെ റീപ്ലേസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള വളരെ ശാസ്ത്രീയമായ തെളിവോടുകൂടിയാണ് കാര്യങ്ങൾ പറയുന്നത്. ശാസ്ത്രം പഠിക്കുന്ന പുതുതലമുറ അത് മനസ്സിലാക്കുകയും സാത്താനെ എറിയുന്ന പന്തങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നുള്ള ഒരു വാക്യത്തിന്റെ വിഡിത്തം ചോദ്യം ചെയ്യുകയും, ഖുർആനൊക്കെ ഓതുന്ന കുട്ടികളാണ്, പക്ഷെ ഇത് അർത്ഥമറിയാതെ ഓതുമ്പോൾ സാത്താനെ എറിയുന്ന കല്ലുകളായിട്ട് പന്തങ്ങളായിട്ട് നക്ഷത്രങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മോൾ പറയുന്നത്, ഇത് വായിച്ചു കൊടുത്തപ്പോൾ ഇതാണോ ഖുർആൻ, ഇത്തരം പൊട്ടത്തരമാണോ ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, മാത്രമല്ല വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം അത് പറയാനുള്ള സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അടിമാലിയിലെ മൂന്നാറിലെ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോ മോള് പറഞ്ഞത്, ഉപ്പനെ പോലുള്ള കുറേയും കൂടി ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് കാണാൻ കഴിഞ്ഞതന്നെ വലിയ സന്തോഷമായി. കാരണം ഞാനിതുവരെ വിചാരിച്ചത് ഇതൊക്കെ ഉപ്പനെ പോലുള്ള വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ, പക്ഷെ അവിടെ മൂന്നാറിലെത്തിയപ്പോ ഒരുപാട് ആളുകളെ എങ്ങനെ പറയുന്നത്, ഈ തരത്തിൽ പറയുന്ന ആളുകളുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നത് സന്തോഷകരമാണ് എന്ന് പറയുമ്പോൾ, ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഈ പൊട്ടക്കഥകളിൽ വിശ്വസിക്കില്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥമായ വസ്തുത. ഇനി സബ്ജക്റ്റിലേക്ക് വന്നാൽ, മതം സാമൂഹ്യ പുരോഗതിയുടെ ശത്രുവോ എന്നുള്ളതാണ്. മതം, സമൂഹം, പുരോഗതി, 3 പ്രത്യേക സംജ്ഞകളാണ് ഈ ഒരു സബ്ജക്റ്റിലുള്ളത്. മതം സാമൂഹ്യ പുരോഗതിയുടെ ശത്രുവായി വർത്തിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ മതത്തില് സാമൂഹ്യ പുരോഗതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ, എന്താണ് സമൂഹം, സമൂഹത്തിന്റെ പുരോഗതി എന്താണ്, അല്ലെങ്കിൽ പുരോഗതി എന്ന് പറയുന്നത് തന്നെ എന്താണ്, സമൂഹത്തിൽ ഈ പുരോഗതി എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ ഉൾച്ചേർന്നിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അത് മാത്രമായിരിക്കില്ല, അതിനപ്പുറത്തേക്ക് മറ്റു ലക്ഷ്യങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ പോലും ഈ ഒരു ചില കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് സമൂഹം എന്ന് പറയുന്നത്? സമൂഹം
വളരെ ശാസ്ത്രീയമായ ഒരു ഒരു കാര്യമാണോ? ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയിട്ട് സമൂഹത്തെ ഏത് തരത്തിലാണ് നമ്മൾ നിർവചിക്കുന്നത്? അല്ലെങ്കിൽ ഒരു ശാസ്ത്രത്തിൽ സമൂഹം എന്നുള്ള ഒരു എൻറ്റിറ്റിക്ക് സാധ്യതയുണ്ടോ? സമൂഹം എന്നുള്ളത് അല്ലെങ്കിൽ സമൂഹത്തിന്റെ മനസ്സ് എന്നുള്ളത്, കളക്റ്റീവ് മൈൻഡ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ശാസ്ത്രത്തിന് പുറത്തുള്ള ഒരു കാര്യമാണ് എന്നാണ്. ശാസ്ത്രത്തിൽ സമൂഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ നിയമങ്ങൾ ശാസ്ത്രത്തിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. സാമൂഹ്യ ശാസ്ത്രത്തിന്റെ മേഖലയിലടക്കം ശാസ്ത്രത്തിന്റെ നിഗമനങ്ങൾ, ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ അപ്ലൈ ചെയ്തുകൊണ്ടല്ലാതെ ഒരു ഏറ്റവും വികസിച്ച ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് സത്യമാണെങ്കിലും ശാസ്ത്രത്തിനുള്ളിൽ സമൂഹം എന്നുള്ള ഒരു എൻറ്റിറ്റിക്ക് നിലനിൽപ്പുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ശാസ്ത്രത്തിനുള്ളിൽ സമൂഹം എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ് എന്റെ ഒരു തോന്നൽ. കാരണം സമൂഹം എന്ന് പറയാൻ ഇവല്യൂഷൻ, ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇവല്യൂഷൻ 400 കോടി വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇവല്യൂഷനിൽ അതിൽ ഏതാണ്ട് 10, 45, 50, 55 കോടി വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് വന്ന് നമ്മുടെ ഭൂകോശ ജീവികളായിട്ട് മാറിയതിന് ശേഷമുണ്ടായ എല്ലാതരം ഇവല്യൂഷനും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രാനിയൽ കപ്പാസിറ്റി വർദ്ധിക്കുന്നത് പോലും നമ്മുടെ തലച്ചോറ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നിരന്തരമായിട്ട് നമ്മുടെ തലച്ചോറ് നമ്മൾ ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു നാച്ചുറൽ സിലക്ഷൻ ആണ് ഈ ക്രാനിയൽ കപ്പാസിറ്റിയുടെ വർധനക്ക് കാരണമാകുന്നത്. അങ്ങനെയുള്ള ഒരു നാച്ചുറൽ സെലക്ഷന്റെ ഭാഗമായിട്ട് നമ്മുടെ തലച്ചോറ് വികസിച്ചു വരുമ്പോൾ ആ തലച്ചോറിനുള്ളിലാണ്, തീർത്തും ഭൗതികമായ ഒരു വസ്തുവാണ് തലച്ചോറ്. ഈ തലച്ചോറിനുള്ളിലാണ് ഒരു പക്ഷേ അല്ലെങ്കിൽ ബോധത്തിന് ഉള്ളിലാണ് സമൂഹം എന്നുള്ള ഒരു പരികൽപ്പന രൂപപ്പെടുന്നത്. അത് തീർച്ചയായിട്ടും ഭൗതികമാകുന്നതോടൊപ്പം തന്നെ ഈ ഭൗതിക വസ്തുവായ തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ രൂപപ്പെടുന്ന ഒരു വസ്തു എന്ന നിലയ്ക്ക് ശാസ്ത്രത്തിന് പുറത്തുള്ളതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ സമൂഹം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമ്മുടെ തലച്ചോറിന്റെ വികാസ ഘട്ടത്തിലാണ്, നമ്മുടെ തലച്ചോറിന്റെ പരിണാമ ഘട്ടത്തിലാണ് നമുക്ക് നമ്മുടേത് എന്നുള്ള, ഞാൻ എന്നുള്ള, സെൽഫ് എന്നുള്ള ഒരു കാര്യം, അത് ജനറ്റിക്കലി പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്. സെൽഫ് എന്ന് പറയുന്ന ഒരു കാര്യം ഉരുത്തിരിയുകയും ആ സെൽഫിൽ ആരൊക്കെ ഉൾപ്പെടുന്നു, ഈ സെൽഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ തന്മ എന്ന് പറയുന്ന തന്മയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? നമ്മുടെ തന്മയിൽ ഉൾപ്പെടുന്നത് ഏറ്റവും ആദ്യം നമ്മുടെ തന്നെ ക്രോമോസോമുകളാണ്. അത് കഴിഞ്ഞാണ് മനുഷ്യകുലം അല്ലെങ്കിൽ നമ്മുടെ കുടുംബം വരുന്നത്. നമ്മുടെ ജനറ്റിക്കലി ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഈ ക്രോമസോമിന്റെ ഇങ്ങനെയുള്ള വ്യാപനത്തിന്റെ ഭാഗമായിട്ട് ജനറ്റിക്സ്, അത് നമ്മുടെ ഏതൊക്കെ ശാഖകളിൽ നിന്നാണ് നമ്മുടെ ജീൻ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തു വന്നത്, അവിടെ വെച്ചിട്ട് നമ്മുടെ കുടുംബം എന്നുള്ള അല്ലെങ്കിൽ ഞാൻ, എന്റെ കുടുംബം, എന്റെ ഒരു തലമുറ, നമ്മൾ സാധാരണ പറയുമ്പോൾ നമ്മുടെ രക്തം എന്നൊക്കെ പറയുന്ന, രക്തബന്ധം എന്നൊക്കെ പറയുന്ന നമ്മുടെ രക്തം എന്നുള്ള അല്ലെങ്കിൽ എന്റെ കുടുംബം എന്നുള്ള ഒരു ചിന്തയാണ് ആദ്യം ഉണ്ടാകുന്നത്. കുടുംബം എന്ന ചിന്തയിൽ നിന്ന് വീണ്ടും വികസിച്ചാണ് സമൂഹം എന്നുള്ള പരികൽപ്പനയിലേക്ക് നമ്മൾ എത്തുന്നത്. സമൂഹം എന്ന ഒരു പരികൽപ്പനയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ സംസ്കാരമാണ് ഇതിനെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. സമൂഹത്തെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സംസ്കാരം എന്ന് പറയുന്ന ഒരു അമൂർത്തമായ കാര്യമാണ്. സംസ്കാരത്തിന് അങ്ങനെ ഒരു മൂർത്ത രൂപമുണ്ടോ? സാധാരണഗതിയിൽ സംസ്കാരത്തിന് ഒരു മൂർത്ത രൂപമില്ല. സംസ്കാരം എന്ന അമൂർത്തമായ ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ സംസ്കാരത്തിന്റെ വികാസത്തിനനുസരിച്ചാണ് സമൂഹത്തിന്റെ ഘടനയും വികസിച്ചു വരുന്നത്. സംസ്കരിക്കപ്പെട്ട് നമ്മുടെ എന്തായാലും സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ തന്മയിൽ നിന്ന് നമുക്ക് മോചനമില്ലാത്തതുപോലെ ഒരുപക്ഷെ അത്രത്തോളം വളരെ എന്താ പറയാ കെട്ടുറപ്പുള്ളതാവണമെന്നില്ല സാംസ്കാരികമായിട്ട് സമൂഹം എന്നുള്ള നമ്മുടെ ബോധം. സമൂഹം എന്നുള്ള ആ ഒരു പരികൽപ്പനയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തന്മയിലേക്ക് സെൽഫ് എന്ന് പറയുന്നത് അവിടെ അപ്ലൈ ചെയ്യാൻ കൃത്യമായിട്ട് നമുക്ക് സാധിക്കാത്തത് കൊണ്ടാവണം. പക്ഷേ ഇത് സാധിക്കേണ്ടതല്ലേ? നമ്മളിപ്പോ ചെറുപ്പകാലത്ത് ഞാനൊക്കെ എൻ്റെ ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ഇംഗ്ലീഷിൽ ഒരു ഇംഗ്ലീഷ് റീഡറിൽ ഒരു പാഠം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലണ്ടനിൽ ഹൈഡ് പാർക്കില് പത്രം
വിൽക്കുന്നത്. അവിടെ വിൽക്കുന്ന ആളുകളൊന്നുമില്ല. അവിടെ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ പത്രം വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പത്രം എടുക്കാം. ആ പത്രത്തിന്റെ വില അതിനടുത്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ ഇട്ടുകൊള്ളുക എന്ന് പറയുമ്പോൾ, സാധാരണഗതിയിൽ ഈ സമൂഹം എന്നുള്ള പരിഗണന നമ്മുടെ തലച്ചോറിനുള്ളിലേക്ക് വന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ സെൽഫ് എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിൽ, ആ ഒരു ബന്ധത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇന്റിമസിയോടുകൂടി ഈ സമൂഹം എന്നുള്ള പരികൽപ്പന നമ്മുടെ തലച്ചോറിലേക്ക് വന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പത്രമെടുത്ത് പണമിടാതെ നമ്മൾ പോകും. പക്ഷേ പത്രമെടുത്ത് പണമിടുന്നു ഇംഗ്ലണ്ടുകാർ, ബ്രിട്ടീഷുകാർ ആരും തന്നെ ഒരു പത്രം എടുത്ത് പോകുന്നില്ല പണമിടാതെ എന്നുള്ള പാഠം പഠിക്കുമ്പോൾ അവിടെ ഏതോ തരത്തിലുള്ള ഒരു പ്രാക്ടീസിങ് നടന്നിട്ടുണ്ട്. ഏതോ തരത്തിലുള്ള ഈ ഒരു തലത്തിലേക്ക് ഉയരാനുള്ള ഒരു പ്രാക്ടീസ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. അങ്ങനെ ഒരു പ്രാക്ടീസ് നടക്കാത്ത സമൂഹമാണെങ്കിലോ, സമൂഹം എന്നുള്ള ഒരു പരികൽപ്പനയിൽ ആ പരികൽപ്പന സെൽഫ് എന്നുള്ള നമ്മുടെ ആ തന്മയിലേക്കുള്ള അതിന്റെ ഇന്റിമസിയോടുകൂടി നമ്മുടെ തലച്ചോറിൽ വികാസം പ്രാപിച്ചിട്ടില്ല എങ്കിൽ, നമ്മൾ 106, 110 ആളുകൾ രജിസ്റ്റർ ചെയ്യുകയും 160 ആൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് പോലെ ഈ പത്രം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പൊക്കിക്കൊണ്ടുപോകും, അവിടെ പണം ഇടില്ല. അപ്പൊ അതൊരു പ്രാക്ടീസ് ആണ്. ഈ പ്രാക്ടീസ് സംസ്കാരമാണ് ഈ പ്രാക്ടീസിനെ നിശ്ചയിക്കുന്നത്. അപ്പൊ അവിടെ വീണ്ടും സംസ്കാരം, ഇതിന്റെ ഉള്ളിലേക്ക് സംസ്കാരം എന്നുള്ള ഒരു പരികൽപ്പന കടന്നു വരുന്നു. സംസ്കാരമാണ് ഇത് നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകം. അതായത് നമുക്ക് തലയിലെഴുത്ത് മാറ്റാൻ കഴിയില്ല, അത് തലയിലെഴുത്തല്ല, അത് ജീനിലെഴുത്താണ് എന്നും ആ ജീനിലെഴുത്ത് ചില പ്രാക്ടീസുകളോടുകൂടി നമുക്ക് മാറ്റാൻ കഴിയും എന്നുമുള്ള ഇന്നത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ള എവല്യൂഷണറി ബയോളജിയുടെ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗിന്റെയൊക്കെ, അല്ലെങ്കിൽ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് അല്ല, ജനറ്റിക്കൽ തിയറിയുടെയൊക്കെ തലത്തിൽ നടക്കുന്ന പരീക്ഷണങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ഈ ജീനിലെഴുത്ത് എങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത്, ജീനിലെഴുത്തായിട്ടുള്ള ഈ തലയിലെഴുത്ത് നമ്മൾ എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെ നമുക്ക് ഈ നാച്ചുറൽ സെലക്ഷന്റെ ഭാഗമായിട്ട് ഈ ജീനിലെഴുത്ത് നമ്മൾ മാറ്റുന്നത് അത് ഒരുപാട് വർഷങ്ങളുടെ, ഒരുപാട് നമുക്കൊക്കെ സങ്കല്പിക്കാൻ കഴിയുന്ന അത്രയും അധികം വർഷങ്ങളുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് ആ ജീനിലെഴുത്ത് മാറ്റുന്നത് എങ്കിൽ, അത് നാച്ചുറൽ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എങ്കിൽ, നമ്മുടെ ഒരു തലമുറയ്ക്കുള്ളില് അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തിനുള്ളില് ഈ ചിന്ത മാറ്റിയെടുക്കാൻ ഒരു ചെറിയ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രാക്ടീസിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിശീലനത്തിന്റെ ഭാഗം തന്നെയാണ്. ഈ പരിശീലനം തീർച്ചയായിട്ടും ഈ നാച്ചുറൽ സെലക്ഷനിൽ നിന്നോ അല്ലെങ്കിൽ ഇവല്യൂഷനിൽ നിന്നോ വേറിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ട് കാണേണ്ടതുമില്ല. ഈ പ്രാക്ടീസ് എന്ന് പറയുന്നതാണ് പലപ്പോഴും എന്തായിട്ട് മാറുന്നത്? മതമായിട്ട് നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത്. ഈ പ്രാക്ടീസ് എന്ന് പറയുന്നതാണ് പലപ്പോഴും നമ്മൾ മതമായി അല്ലെങ്കിൽ മത കൽപ്പനകളായിട്ട് തെറ്റായി നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ വേണമെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത്, പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വലിയ ഒരു കണ്ടുപിടുത്തമാണ്. അതായത് ഏറ്റവും ചെറിയ ചെലവിൽ ഇത്രയും വലിയ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്ലാസ്റ്റിക്കിന്റെ കണ്ടുപിടുത്തം ഉണ്ടായതോടുകൂടി വലിയ വിപ്ലവമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മേഖലയിൽ ഉണ്ടായത്, നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ മേഖലയിൽ ഉണ്ടായത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ ചില ഈസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ പ്രവൃത്തികളെ ഈസ് ചെയ്യാൻ വേണ്ടി പ്ലാസ്റ്റിക് സഹായിച്ചു. അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ആരാധകരായിട്ട് മാറുകയും നമ്മൾ പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റുകയും ചെയ്തു. ഇന്ന് നേരെ തിരിച്ചല്ലേ സംഭവിക്കുന്നത്? നമ്മൾ പറയുന്നത് എന്താ? പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്നാണ്. അപ്പൊ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്ന് ഗവൺമെന്റ്, പിന്നെ NGOs ഒക്കെ തന്നെ വലിയ തോതിലുള്ള പ്രചരണം നടത്തുമ്പോഴും നമുക്ക് ആ ഒരു സംസ്കാരത്തിൽ എന്തുകൊണ്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്നൊക്കെയുള്ളതിന്റെ ശാസ്ത്രീയമായ വിശകലനമല്ല, അതിന്റെ സാമൂഹ്യമായ വിശകലനത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് പ്ലാസ്റ്റിക്, ശാസ്ത്രീയം കൂടിയുണ്ട്, പക്ഷെ നമ്മൾ അതിന്റെ സാമൂഹ്യമായ ചില കാര്യങ്ങളിലാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അത് വരുമ്പോൾ ഈ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അവിടെ നമുക്കൊരു പ്രാക്ടീസ് ആവശ്യമാണ്. ഈ പ്രാക്ടീസ് ഞാൻ ഈ പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിലുള്ള പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞത് മതം ആ കാര്യം വലിയ തോതിൽ പറയാത്തത് കൊണ്ടാണ്.
അപ്പൊ നമ്മൾ പറയുമ്പോൾ ഈ പ്രാക്ടീസ് തന്നെയാണ് സംസ്കാരത്തെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സൊസൈറ്റിയെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ നിർണയിക്കുന്നത്. ഈ പ്രാക്ടീസ് തീർച്ചയായിട്ടും നമുക്ക് മതേതരമായിട്ട്, മതത്തിന് യാതൊരു സ്ഥാനവുമില്ലാതെ, ദൈവത്തിന് യാതൊരു സ്ഥാനവുമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഇന്ന് എന്റെ വീട്ടിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികൾ പ്ലാസ്റ്റിക്കിനെതിരെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ ഒരു പ്രാക്ടീസ് ഒരു തലമുറ കൊണ്ട്, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. പ്ലാസ്റ്റിക്കിനെതിരെ നമ്മൾ പറയാറില്ല. നമ്മുടെ ഒരു ജീവിത കാലഘട്ടത്തിനുള്ളിൽ, നമ്മുടെ വളരെ ചെറിയ ഈ ആയുസ്സിനുള്ളിൽ തന്നെ പ്ലാസ്റ്റിക്കിന്റെ വലിയ മഹാത്മ്യം പാടിയ നമ്മളെ പോലുള്ള ആളുകൾ ഇന്ന് നമ്മുടെ മക്കൾ ആ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ അതൊരു പുതിയ സംസ്കാരത്തിന്റെ, അതൊരു പുതിയ സൊസൈറ്റിയിൽ പുതിയ ഒരു സംസ്കാരം അപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു കാര്യമാണ്. ഇതാണ് നമ്മുടെ സംസ്കാരത്തെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതി എന്ന് പറയുന്ന. ഇവിടെയാണ് പുരോഗതി. നമ്മുടെ സമൂഹത്തെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞു വന്നതെങ്കിൽ, അപ്പൊ എന്താണ് ഇനി പുരോഗതി എന്നുള്ളതാണ്. ഈ പുരോഗതി എന്ന് പറയുന്നത്, പുരോഗതിയും ഇവല്യൂഷന്റെ ഭാഗം തന്നെയാണ്. ഇവല്യൂഷൻ നമുക്കിപ്പോ അങ്ങനെയാ. ഇപ്പൊ ഇവല്യൂഷൻ ഇല്ലാതെ നമുക്കൊന്നും പറയാം. ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇവല്യൂഷൻ ഇല്ലാതെ ഒന്നും പറയില്ല. നാസറൊന്നും ഇവല്യൂഷൻ ഇല്ലാതെ ഒന്നും പറയില്ല. അപ്പൊ ഇവല്യൂഷൻ ഇല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തെ പോലും ഡിഫൈൻ ചെയ്യാനോ, നമ്മുടെ സൊസൈറ്റിയെ പോലും ഡിഫൈൻ ചെയ്യാനോ സാധിക്കാതെ വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഈ പുരോഗതി എന്ന് പറയുന്നതും ഇങ്ങനെ ഇവോൾവ് ചെയ്തു വരുന്ന, അത് നാച്ചുറൽ സെലക്ഷന്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെ ഇവോൾവ് ചെയ്തു വരുന്ന. എങ്ങനെയാണ് സാമൂഹ്യ ശാസ്ത്രത്തിൽ ശാസ്ത്രം അപ്ലൈ ചെയ്യുക? നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിയെ കുറിച്ച് പറയുമ്പോൾ സ്വതന്ത്ര ചിന്തകർ എന്നുള്ള നിലയ്ക്ക്, ശാസ്ത്രീയ ചിന്തകർ എന്നുള്ള നിലക്ക്, യുക്തി സമൂഹത്തിൽ അപ്ലൈ ചെയ്യുന്നവർ എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ടതാണ്, എങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്തു വരുന്നത്, സമൂഹം ഇവോൾവ് ചെയ്തു വരുന്നത്, സംസ്കാരം ഇവോൾവ് ചെയ്തു വരുന്നത് എന്നുള്ളതാണ്. സംസ്കാരവും ഇതേപോലെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതി എന്ന് പറയുന്നതും ഇതേപോലെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുമ്പ് ഉണ്ടായ ഒരു സമൂഹമല്ല. നമ്മൾ പുരോഗമിച്ചു എന്ന് പറയുന്നത് എന്താണ് പുരോഗതി എന്ന് ചോദിക്കുമ്പോൾ, പ്ലാസ്റ്റിക്കിന്റെ ഒറ്റ ഉദാഹരണം. പ്ലാസ്റ്റിക് നമുക്ക് ഗുണപ്രദമായ ഒരു വസ്തുവാണ് എന്നതിൽ നിന്ന് മാറിയിട്ട് പ്ലാസ്റ്റിക് ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഏർത്തിനെ തന്നെ ഒരുപക്ഷെ ഷണ്ഡീകരിക്കാൻ, അങ്ങനെ തന്നെ പറയാം, നമുക്ക് ഷണ്ഡീകരിക്കാൻ കെൽപ്പുള്ള ഒരു വസ്തുവായിട്ട് മാറുന്നത് കൊണ്ടാണ് അത് വേണ്ട എന്ന് നമ്മൾ പറയുന്ന ഒരു കുറച്ചുകൂടി പുരോഗമനമാറുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ വീട്ടിൽ, നമ്മുടെയൊക്കെ സ്വന്തം സ്വകാര്യ ജീവിതങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. നമ്മളൊക്കെ സാധാരണഗതിയിൽ, പ്രത്യേകിച്ചും വലിയ തോതിൽ പുരോഗമനം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അജിത, നമുക്കറിയാവുന്ന ഇന്ന് കോഴിക്കോട് അന്വേഷിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കെ അജിത, നെക്സലൈറ്റ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച് വലിയ തോതിൽ വിപ്ലവങ്ങളൊക്കെ നയിച്ചിട്ടുള്ള അജിത പറയുന്ന ഒരു കാര്യമുണ്ട്. അജിത പറയുന്ന, ഇപ്പൊ അടുത്തതായിട്ട് അങ്ങാണ്ട് സൂചിപ്പിച്ച ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിലുള്ള ഒരു വലിയ ഒരു വിപ്ലവകാരിയായിരുന്നു NC ശേഖർ. NC ശേഖർ കണ്ണൂരുകാരനാണ്. NC ശേഖരുടെ മകൻ രവിയേട്ടനുമായിട്ട് സംസാരിക്കുമ്പോഴോ ആ സംസാരത്തിന്റെ ഭാഗമായിട്ട് എന്തോ ആണ് തോന്നുന്നു അജിത അത് പറഞ്ഞത്, അല്ലെങ്കിൽ അജിതയുടെ ഓർമ്മക്കുറിപ്പുകളിലാണോ എന്നെനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. അജിത പറഞ്ഞ ഒരു കാര്യം, കുഞ്ഞിക്കൽ നാരായണനും അജിതയും കൂടെ NC ശേഖറിന്റെ വീട്ടിലേക്ക് ഒരിക്കൽ പോകുമ്പോൾ, അച്ഛനും മകളും കൂടെ NC ശേഖറിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, രവിയേട്ടനൊക്കെ അന്ന് ചെറിയ കുട്ടിയാണ്. അപ്പൊ രവിയേട്ടനൊക്കെ അവിടെ ഇങ്ങനെ പേടിച്ച് വിറച്ചു നിൽക്കുകയും NC ശേഖർ ഒരു ഏകാധിപതിയെ പോലെ സ്വന്തം വീട്ടിനുള്ളിൽ പെരുമാറുകയും ചെയ്യുന്ന ഒരു കാര്യം അജിത പറയുന്നുണ്ട്. ഇത് ഏത് തരത്തിലുള്ള പുരോഗമന ചിന്തയാണ് എന്നാണ് നമ്മൾ അത്ഭുതപ്പെടുക. സ്വന്തം വീട്ടിൽ ഏകാധിപതികളെ പോലെ പെരുമാറുകയും, സ്വന്തം വീട്ടിൽ സ്ത്രീകൾക്ക് തുല്യമായ ഒരു സ്ഥാനമുണ്ട് എന്ന് കൽപ്പിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സ്. അതുപോലെ ഞാൻ വ്യക്തമായിട്ട് പേരെടുത്ത് പറയുന്നതിനുള്ള ഒരു കാരണം, ഇത് ഞാൻ ആദ്യം പറയുന്നതല്ല, NC ശേഖരുടെ ഈ കാര്യത്തെ കുറിച്ച് അജിത ഇതിനു മുമ്പ് പ്രതിപാദിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ. NC ശേഖർ മാത്രമല്ല ഈ കാര്യത്തിൽ, എനിക്ക് എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ പറയാൻ കഴിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നുന്നത്, സ്വന്തം അച്ഛനെ വളരെ വിശദമായിട്ട് അപധർമ്മിച്ച ഒരാൾ NK മാധവന്റെ മോനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? പിയേഴ്സൺ.
പിയേഴ്സനാണ് സ്വന്തം അച്ഛനെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ അപനിർമ്മിച്ച ഒരാൾ. എന്റെ അച്ഛൻ എന്നുള്ള മാതൃഭൂമിയിലെ 2-3 വർഷം മുമ്പുള്ള ഒരു വാർഷിക പതിപ്പിൽ ഇതുപോലുള്ള അച്ഛന്മാരെ കുറിച്ച് പറയുന്ന ഒരു പങ്ക്തിയിൽ NM പിയേഴ്സനാണ് MK മാധവൻ എന്നുള്ള തന്റെ അച്ഛൻ, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള തന്റെ അച്ഛനെ വളരെ വിശദമായിട്ട് അല്ലെങ്കിൽ വളരെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് അപനിർമ്മിച്ച ഒരാൾ എന്നെനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ അപനിർമ്മാണം നടത്തണമെന്ന് പറയുന്ന അപനിർമ്മിക്കൽ ആവശ്യമാണ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എന്റെ കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും, എന്റെ കുടുംബത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പോലും ഒരുപക്ഷെ വീട്ടിൽ അടുക്കളയിൽ കയറാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് പുരോഗതി പറയുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ പറയേണ്ടി വരുന്നത്. ശാസ്ത്രത്തിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ മേഖലയിലേക്ക് വരേണ്ടത്. ഏറ്റവും കൂടുതൽ പുരോഗതിയെ കുറിച്ച് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ആളുകളാണ് എന്നുള്ളത് കൊണ്ട്, ഞാൻ അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ ആളുകളാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ ഒരു അവനിർമ്മാണത്തിന്റെ ആവശ്യകത ഉണ്ടാവുന്നത്. അങ്ങനെ പറയുമ്പോൾ അടുക്കളയിൽ പോലും കയറാതെ ഇരിക്കുന്ന ഒരുപാട് പഴയ തലമുറയിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഉണ്ടാവുമ്പോൾ അത് പുരോഗമനപരമായ ഒരു കാര്യമായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പുരോഗതി എന്ന് പറയുന്നത്, സമൂഹത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്നത്തെ എല്ലാ സ്വതന്ത്ര ചിന്തകരും ഒരുപക്ഷെ തന്നോടൊപ്പം ഭാര്യ എന്ന് പോലും പേര് പറയാതെ കൂട്ടുകാരി എന്ന് പറയുന്ന, ഭാര്യ എന്ന് പറയുമ്പോൾ ഭരിക്കപ്പെടേണ്ടവൾ എന്ന അർത്ഥത്തിലാണ് ആ ഒരു പദപ്രയോഗം പോലും ഉണ്ടാവുന്നത്. അപ്പം ഭാര്യ ഭരിക്കപ്പെടേണ്ടവല്ല, ഭരണത്തിന്റെയും ഭരിക്കപ്പെടുന്നതിന്റെയും അവസ്ഥയിലല്ല ആ ഒരു വ്യക്തിതല ബന്ധങ്ങൾ പോലും കാണേണ്ടത് എന്ന അർത്ഥത്തിൽ ഭാര്യ എന്ന വാക്ക് പോലും, അത് ഞാൻ പഠിക്കുന്നത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന യുക്തിവാദി കവിയായിട്ടുള്ള കുരീപ്പുഴ ശ്രീകുമാറിൽ നിന്നാണ്. കുരീപ്പുഴ ശ്രീകുമാർ തന്റെ ഭാര്യയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഭാര്യ എന്ന് ഒരിക്കലും പരിചയപ്പെടുത്തി കൊടുക്കാറില്ല, എന്റെ കൂട്ടുകാരി എന്നാണ് പരിചയപ്പെടുത്തി കൊടുക്കുക. കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനൊരാളോട് ഫോണിൽ സംസാരിക്കുമ്പോ അത് ആരാ എന്താ പറഞ്ഞു, അതെന്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞപ്പോ അത് ഭാര്യയല്ലേ, അതെന്റെ കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞപ്പോ അവൾ ഭാര്യയല്ലേ എന്ന് ചോദിച്ച. അപ്പൊ നമ്മൾ പലപ്പോഴും സ്വതന്ത്ര ചിന്തയിലും നമ്മുടെ യുക്തിവാദത്തിലും നമ്മുടെ കമ്മ്യൂണിസത്തിലും ഒക്കെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ, വ്യവഹാരങ്ങളൊക്കെ നടത്തുമെങ്കിലും ഇത്തരമുള്ള പദപ്രയോഗങ്ങളിൽ നമ്മൾ അറിയാതെ പോലും ഉണ്ടാകുന്ന പുരോഗമന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ എതിർക്കാനോ അല്ലെങ്കിൽ പുരോഗമന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനോ എല്ലാം എതിർത്ത് ഇയാമ്പറ്റകളായിട്ട് പോകണമെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അത് മനസ്സിലാക്കിയതിനനുസരിച്ച് പറയാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്കെങ്കിലും നമ്മൾ ഉയരുക എന്നുള്ളിടത്താണ് പുരോഗതി, സമൂഹത്തിന്റെ പുരോഗതി എന്ന് പറയുന്ന കാര്യം സാഫല്യം നേടുന്നത് അല്ലെങ്കിൽ മെറ്റീരിയലൈസ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതില് മതത്തിന് വല്ല പങ്കുമുണ്ടോ എന്നുള്ളതാണ് ഇനി അടുത്ത നമ്മുടെ ചോദ്യം. അതാണ് മതം സാമൂഹ്യ പുരോഗതിയുടെ ശത്രുവോ എന്ന് ചോദിക്കണമെങ്കിൽ അതിന്റെ ശത്രുതയുടെയും മിത്രത്തിന്റെയും ഒക്കെ കാര്യം ഉൾച്ചേർന്നത് കൊണ്ടാണ് നമ്മൾ ശത്രുവോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ മതം സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ടോ? എന്താണ് സമൂഹമെന്നും എന്താണ് പുരോഗതി എന്നുമുള്ളതിനെ കുറിച്ച് വളരെ പെരിഫറൽ ആയിട്ടാണെങ്കിൽ പോലും ഒരു വളരെ ഏറ്റവും മുകൾ തട്ടിൽ നിന്നുകൊണ്ടുള്ള ചില പരികല്പനകൾ, മുകൾ തട്ടിൽ നിന്നുള്ള ചില നിരീക്ഷണങ്ങളാണ് ഞാൻ നടത്തിയത്. ഇതിനേക്കാൾ കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്താൻ കഴിവുള്ള, ഇതിനേക്കാൾ ആഴത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ള ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ എന്തെങ്കിലും പറയണം എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ പുരോഗതിയിൽ മതം ഏതെങ്കിലും തരത്തിലുള്ള ഒരു റോൾ വഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ വഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏത് തരത്തിലുള്ള റോൾ ആണ് എന്നാണ്. എവിടെയാ മതം ഉത്ഭവിക്കുന്നത്? നമ്മൾ സാധാരണ ഇപ്പൊ എല്ലാ യുക്തിവാദികളുടെ ഫോൺ വിളിച്ചാലും ഒരു പാട്ടേ കേൾക്കാനുള്ളൂ അല്ലേ? ഏതാ അത് പാട്ട്? ആരെ വിളിച്ചാലും ഒറ്റ പാട്ടായി നമുക്ക് ഉണ്ടാകുക. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു അല്ലെ, ആ ഒരു പാട്ട്.
അപ്പൊ എവിടെയാണ് മതത്തിന്റെ സൃഷ്ടി നടക്കുന്നത്? മതം ആരാണ് സൃഷ്ടിക്കുന്നത്? അപ്പൊ മനുഷ്യനാണ് മതത്തെ സൃഷ്ടിക്കുന്നത്, മതങ്ങളാണ് ദൈവത്തെ സൃഷ്ടിക്കുന്നത് എന്നുള്ള കാര്യം നിസ്തർക്കമായ കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ മതം എവിടെയാണ് ആവിർഭവിക്കുന്നത്? ഈ സമൂഹത്തിന്റെ ഇവല്യൂഷനിൽ സമൂഹം ഇങ്ങനെ ഇവോൾവ് ചെയ്തു വരുമ്പോൾ എവിടെയാണ് മതം ആവിർഭവിക്കുന്നത്? മതത്തിന്റെ ആവിർഭാവം നടക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മള് ഈ തെറ്റായിട്ട് പ്രാകൃത കമ്മ്യൂണിസം എന്നൊക്കെ തെറ്റായിട്ട് നമ്മൾ വ്യവഹരിക്കാറുണ്ടെങ്കിൽ പോലും ആ ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതെടുത്ത് നോക്കിയാൽ നമ്മൾ അങ്ങനെ ഒരു പ്രാകൃത കമ്മ്യൂണിസം, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രാകൃത കമ്മ്യൂണിസം ഒന്നും ഇല്ലെങ്കിൽ പോലും പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഏത് തരം സൊസൈറ്റി ആയിരുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ആ സൊസൈറ്റി അത് ഒരു ഡേറ്റ് വൈസ് ആയിട്ട് അതിനെ കാണാൻ വേണ്ടി മാത്രം നമ്മൾ പ്രാകൃത കമ്മ്യൂണിസം എന്നുള്ള ഒരു പരികല്പന എടുത്താൽ ഈ പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമ്മൾ എടുത്തു നോക്കുക. ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന ആളുകൾക്ക് നമ്മളിപ്പോ വളരെ ഇന്ന് കമ്മ്യൂണിസം എന്ന് പറയുന്ന പരികല്പനയ്ക്ക് ഇണങ്ങുന്ന വിധത്തിലുള്ള പ്രാകൃതമായ അവസ്ഥ ഒന്നുമല്ലെങ്കിൽ പോലും അവിടെ മനുഷ്യർക്ക് പ്രാപഞ്ചികമായിട്ടുള്ള പ്രതിഭാസങ്ങളെ കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്ന കാലമായിരുന്നില്ല. ഏതൊക്കെയാ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ? പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ഇടി, മിന്ന്, കാറ്റ്, മഴ, ഇടക്കുണ്ടാവുന്ന ഭൂമി കുലുക്കങ്ങൾ, വലിയ തോതിലുള്ള കൊടുങ്കാറ്റുകൾ, പ്രകൃതിക്ഷോഭങ്ങൾ, സുനാമി, ഇതൊക്കെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണ്. ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ കാരണം എന്താണ്? ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇനി അഥവാ ഈ മഴത്തുള്ളി അവിടുന്ന് ആകാശത്തിൽ നമുക്ക് കാണാനാവാത്ത ഏഴാം ആകാശം എന്നൊക്കെ പറയുന്ന ആകാശമുണ്ടെങ്കിൽ ആ ആകാശത്ത് നിന്ന് ഈ മഴത്തുള്ളി ഇങ്ങോട്ട് വരുമ്പോ ഈ മഴത്തുള്ളി എന്തുകൊണ്ട് ആ മഴത്തുള്ളിയുടെ പിന്നീടാണ് ആ ചിന്തകളൊക്കെ ഉണ്ടാവുന്നത്. ഈ മഴ എങ്ങനെ ഉണ്ടായി എന്ന് ആദ്യത്തെ ആളുകൾക്ക് അറിയില്ല. മഴ എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലായപ്പോഴാണ് ഈ മഴത്തുള്ളി എന്തുകൊണ്ട് അവിടുന്ന് മോളിന്ന് താഴോട്ടേക്ക് വീഴുന്നോറും അതിന്റെ ശക്തി കൂടി വരണ്ടേ. അപ്പൊ ശക്തി കൂടി വരുമ്പോ നമ്മുടെ തലയൊക്കെ എന്തുകൊണ്ട് തുളച്ച് ഈ മഴത്തുള്ളി അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ അതിനെ പറ്റി പരീക്ഷണം നടത്തുമ്പോഴാണ് വിസ്കോസിറ്റി എന്നുള്ള ഒരു സംഭവം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ തരത്തിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ശാസ്ത്രീയ ആധുനിക ശാസ്ത്രത്തിന്റെ നിഗമനങ്ങളിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് ഓൾഡ് ഡേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വളരെ പൗരാണികമായിട്ടുള്ള ജനസഞ്ചയം ഇതെങ്ങനെ ഉണ്ടായി, ഇതിന്റെ കാരണം എന്ത്, ഇതിന്റെ ഹേതു എന്ത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് അവിടെ ചില പ്രകൃത്യാതീത ശക്തികളെ അവരോധിക്കുന്നത്. ഈ പ്രകൃത്യാതീത ശക്തികളുടെ അവരോധനം അല്ലെങ്കിൽ അവരുടെ സംസ്ഥാപനം നടക്കുന്നത് മനുഷ്യന്റെ ചിന്തയിലാണ്, മനുഷ്യന്റെ മസ്തിഷ്കത്തിലാണ് ഈ പ്രകൃത്യാതീത ശക്തികൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ്, എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായാണ്, അതിന്റെ ഉത്തരം യഥാവിധി നിർണയിക്കാൻ കഴിവില്ലാതിരുന്ന മനുഷ്യൻ അത് ഒരു പ്രകൃത്യാതീത ശക്തിയിൽ ആരോപിക്കുകയും ആ പ്രകൃത്യാതീത ശക്തിക്ക് ദൈവം എന്ന പേര് നൽകുകയും ദൈവമാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ള ഒരു തിയറി, ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ദൈവം, അങ്ങനെയാണ് ദൈവം എന്നുള്ളത്. ഇനിയിപ്പോ ദൈവം എന്റെ ദൈവമല്ല, എ എന്ന് പറയുന്ന ആളുടെ ദൈവമല്ല, ബി എന്ന് പറയുന്ന ആളുടെ ദൈവം, ബിയുടെ ദൈവമല്ല സിയുടേത്, സിയുടേതല്ല ഡിയുടേത്. അങ്ങനെ വിവിധ ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ ഭൂവിഭാഗങ്ങളിൽ അധിവസിച്ചിരുന്ന ആളുകൾ ഇടകലരുകയും ആ ഇടകലർച്ചയുടെ ഭാഗമായിട്ട് ദൈവം എന്നുള്ള സങ്കല്പം ഉണ്ടാവുകയും, പക്ഷേ ഈ ദൈവസങ്കല്പം ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കുള്ളിൽ വ്യത്യസ്തമായ സങ്കല്പങ്ങളായി മാറുകയും ചെയ്തപ്പോൾ ഈ ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കുള്ളിൽ നിന്ന വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് മതങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിരുകൾക്കുള്ളിലാണ്. നമുക്ക് അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സെമിറ്റിക് മതങ്ങളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെമിറ്റിക് മതങ്ങളെല്ലാം ഉണ്ടായത്, സെമിറ്റിക് മതങ്ങളിൽ തന്നെ സെമിറ്റിസത്തിൽ തന്നെ അവാന്തര വിഭാഗങ്ങൾ ഉണ്ടാവുന്നത് കുടുംബപരമായിട്ടുള്ള ഗോത്രപരമായിട്ടുള്ള ചില വൈജാത്യങ്ങളാണ്. ആ ഗോത്രപരതയുടെ അംശമോ അവിടെയുണ്ട്. ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കിയാൽ ആ ഒരു അറേബ്യൻ
മേഖലയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശത്ത് ഈ 3 മതങ്ങൾ ഉണ്ടാവുകയും ഇങ്ങോട്ട് അതിനിപ്പുറത്തേക്ക് തെക്കോട്ടേക്ക് വന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലൊക്കെ നമുക്ക് ഹിന്ദു മതം, ബുദ്ധമതം, ജൈനമതം പോലുള്ള മതങ്ങളും സോറോആസ്ട്രിയൻ സൗരാഷ്ട്ര മതങ്ങൾ പോലുള്ള മതങ്ങളും ഉണ്ടാവുകയും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ വ്യാപിച്ചു പോകുന്ന സെമിറ്റിക് മതങ്ങളുടെ ആശയങ്ങൾ എത്തുകയും ചെയ്യുന്നതാണ്. ഇനി അവിടുത്തെ റെജിനൻസും അതേപോലുള്ള യൂറോപ്പിലൊക്കെയുള്ള ആദിമവാസികളാണെങ്കിൽ അവരുടെ പ്രത്യേക മതങ്ങളും പ്രത്യേക ആചാരങ്ങളും ഒക്കെ വേറെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ തരത്തിൽ ഭൂമിശാസ്ത്രപരമായാണ് ഇതിനെ വളരെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായിട്ടാണ് ഈ ദൈവസങ്കല്പങ്ങളെ കുടിയിരുത്താനുള്ള ഒരു കുടം എന്ന നിലയ്ക്ക് ഭൂതത്തിന്റെ കയ്യിൽ നിന്നൊക്കെയുള്ള ഒരു കുടം, അല്ലെങ്കിൽ ഈ കുടത്തിന് അടക്കാൻ വേണ്ടി, ദൈവത്തെ കുടത്തിന് അടക്കാൻ വേണ്ടിയാണ് ഈ മതം എന്നുള്ള കുടം ഉണ്ടാക്കുന്നത്. ഇത് സമൂഹത്തിന്റെ പുരോഗതി ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ മതം എന്നുള്ള സാധനം പോലും ഉണ്ടാവുന്നത്. സമൂഹത്തിന്റെ പുരോഗതി ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷം. അപ്പൊ സമൂഹത്തിന്റെ പുരോഗതി ആരംഭിച്ചു കഴിഞ്ഞ് യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ, വളരെ യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ, സമൂഹത്തിന്റെ പുരോഗതി ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സ്ഥാപനത്തിന് ആ സ്ഥാപനമാണ് അതിന്റെ പുരോഗതിക്ക് നിദാനം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് തന്നെ തള്ളപ്പെട്ടു പോകുന്ന, റദ്ദ് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു വാദമാണ്. മതമാണ് സമൂഹത്തിന്റെ പുരോഗതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനമെങ്കിൽ സമൂഹത്തിന്റെ പുരോഗതി ഉണ്ടാകുന്നതിന് മുമ്പേ നിലനിൽക്കേണ്ടിയിരുന്ന ഒരു വസ്തുവാണ് മതം. മതമുണ്ടാകുന്നത് സമൂഹത്തിന്റെ പുരോഗതി ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. സമൂഹത്തിന്റെ പുരോഗതി ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു സ്ഥാപനത്തിന് സമൂഹത്തിന്റെ പുരോഗതിയെ നിർണയിക്കാൻ, അതിന്റെ ഗതിയെ നിയന്ത്രിക്കാൻ ഒരു തരത്തിലുമുള്ള സാധ്യതയില്ല. എന്നാൽ പിന്നെ അതുണ്ടായതിനു ശേഷം, മതം ഉണ്ടായതിനു ശേഷം, മറ്റൊരു വാദം മതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകാവുന്നത് മതം ഉണ്ടായതിനു ശേഷമാണ് അതുവരെ ഇല്ലാതിരുന്ന അർത്ഥതലങ്ങളിലേക്ക് സമൂഹം പുരോഗമിച്ചത്. സമൂഹത്തിന്റെ പുരോഗതിയൊക്കെ ഉണ്ടായിരുന്നു, സമൂഹത്തിന്റെ പുരോഗതി ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ സമൂഹത്തിന്റെ പുരോഗതിയുടെ ഏതോ ഒരു ഘട്ടത്തിൽ മതം ആവിർഭവിക്കുകയും മതം ആവിർഭവിച്ചതിന് ശേഷമാണ് വളരെ വിസ്ഫോടനാത്മകമായ പുരോഗതി സമൂഹത്തിന് ഉണ്ടായത് എന്ന ഒരു വാദവും മുന്നോട്ട് വയ്ക്കപ്പെട്ടേക്കാം. ശരിയാവാൻ സാധ്യതയുള്ള ഒരു വാദമായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നാം, ഇല്ലേ? സമൂഹ പുരോഗതി, വലിയ തോതിലുള്ള പുരോഗതി ഉണ്ടായത് മതത്തിന്റെ ആവിർഭാവത്തിന് ശേഷം. പക്ഷേ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഈ പുരോഗതി ഒരുപക്ഷെ സ്വാഭാവികമായി ഉണ്ടാകാമായിരുന്ന പുരോഗതിയെപ്പോലും തകിടം മറിക്കുന്ന അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുന്ന ഒരു കാഴ്ചയാണ് മതത്തിന്റെ ആവിർഭാവത്തിന് ശേഷം സമൂഹത്തിനുണ്ടായത്. ചരിത്രം അതിന്റെ സാക്ഷിയാണ്. ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പരികല്പന, ഈ പറയുന്ന സിദ്ധാന്തത്തെ ന്യായീകരിക്കുന്ന അനവധി കാര്യങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ മതം എവിടെയൊക്കെ ആധിപത്യം ചെലുത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ മനുഷ്യന്റെ സ്വതന്ത്ര ചിന്തയെ ഇല്ലായ്മ ചെയ്യുക, മനുഷ്യന്റെ ഈ തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് തടയിടുക, ശാസ്ത്രത്തിന്റെ പുരോഗതിക്ക് തടയിടുക എന്നുള്ള ഒറ്റ കാര്യമാണ് മതം എല്ലാ കാലത്തും അനുവർത്തിച്ചു പോന്നിരുന്ന ഒരു സംഗതി. നിരവധി ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് എടുത്ത് കാണിക്കാൻ സാധിക്കും. അതില് ബ്രൂണോവിന്റെയും ഗലീലിയോവിന്റെയും ഒക്കെ ആധുനിക ഉദാഹരണങ്ങൾ വരെ നമുക്ക് നമ്മുടെ കുട്ടികൾ ഇന്ന് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഇത് ചരിത്രപരമായി നിലനിൽക്കുന്ന ഒരു വസ്തുതയല്ല എന്ന് മാത്രമല്ല, ചരിത്രപരമായി മതം ഈ തരത്തിൽ അവിടെയാണ് നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യം. നമ്മുടെ ശ്രദ്ധ വളരെ സൂക്ഷ്മമായിട്ട് പതിയേണ്ടതും വളരെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യേണ്ടതും വളരെ സൂക്ഷ്മമായിട്ട് സമൂഹത്തിൽ ഇടപെടേണ്ടതും ഈ ഒരു മേഖലയിലാണ് എന്നെനിക്ക് തോന്നുന്നു. മതം ആവിർഭവിച്ചതിന് ശേഷമാണ് സമൂഹത്തിന്റെ പുരോഗതി നിയന്ത്രിക്കപ്പെട്ടത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന പുരോഗതി അടക്കം നിയന്ത്രിക്കപ്പെട്ടത് മതം ആവിർഭവിച്ചതിന് ശേഷമാണ്. ഉദാഹരണങ്ങൾ ഞാൻ ഏറെയൊന്നും ചരിത്രത്തിൽ നിന്ന് എടുത്തു നിരത്തേണ്ടതില്ല. 1-2 കാര്യങ്ങൾ മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, അത് വ്യത്യസ്ത മതങ്ങൾ
ഞാൻ പറഞ്ഞതുപോലെ ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വ്യത്യസ്ത കുടങ്ങളെ സൃഷ്ടിക്കുകയും ഈ മതകുടങ്ങൾക്കകത്ത് ദൈവത്തെ കുടിയിരുത്തുകയും ചെയ്തപ്പോൾ അവർക്കൊക്കെ തന്നെ ചില പ്രമാണങ്ങൾ അവതരിച്ചു എന്നാണ് പറയുന്നത്. പ്രമാണങ്ങൾ അവതരിക്കുകയാണ് ഉണ്ടാകുന്നത്. എവിടെയോ ഏതോ ഇടത്തിൽ നിന്നുകൊണ്ട് പ്രമാണങ്ങൾ, ഏതോ ഒരു അതിഭൗതിക ശക്തിയിൽ നിന്ന് പ്രമാണങ്ങൾ ഇങ്ങോട്ട് ഇറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പ്രമാണങ്ങളെല്ലാം തന്നെ തെറ്റും അബദ്ധ ജടിലവുമായിരുന്നു എന്നുള്ളതിന് നമുക്ക് ശാസ്ത്രീയമായ തെളിവുകൾ നമ്മുടെ പക്കലുണ്ട്. അതൊന്നും തന്നെ ഞാൻ ഈ ഒരു സദസ്സിൽ പറയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം. ഇവിടെ ആ തരത്തിൽ ഈ സ്വതന്ത്ര ചിന്തയോ അല്ലെങ്കിൽ മതത്തിനെതിരെയുള്ള മതത്തിന്റെ ഈ എന്താ പറയാ ഒരു തരത്തിലുള്ള പുരോഗമനമായ ഒരു ആശയവും മതത്തിൽ ഇല്ല എന്ന് തിരിച്ചറിയുന്ന ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ ആ തരത്തിലുള്ള മതത്തിന്റെ ഉള്ളിലുള്ള ഈ വളരെ തെറ്റായ അല്ലെങ്കിൽ നമുക്കൊരു കുട്ടികളി പോലെ തോന്നുന്ന ഡിങ്കൻ എന്നുള്ള കഥാപാത്രത്തെ പോലെ പരിഹാസ്യമായ കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ വെറുതെ പറഞ്ഞ സമയം കളയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഈ മുസ്ലിം മതത്തിനായാലും ഇസ്ലാം മതത്തിലായാലും അല്ലെങ്കിൽ ഹിന്ദു മതത്തിലായാലും ക്രിസ്തു മതത്തിലായാലും ഏത് മതങ്ങളിലായാലും ഈ തരത്തിലുള്ള പൊട്ടക്കഥകളാണ് ഇതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ വേണ്ടി ഉണ്ടായ കഥകൾ. ഇത് വെച്ചുകൊണ്ടാണ് മതം സമൂഹത്തിന്റെ പുരോഗതിയെ ഏത് തരത്തിലാണ് അല്ലെങ്കിൽ നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലാണ് എന്നുള്ളത്. മതം നിർണയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി അഥവാ ഏതെങ്കിലും തരത്തിൽ നിർണയിച്ചിട്ടുണ്ട് എങ്കിൽ അത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന വിധത്തിലുമാണ്. എനിക്ക് തോന്നുന്നു ഞാനത് വളരെ ബോധപൂർവം ആ ഭാഗങ്ങൾ മറ്റ് പറയണമെന്ന് വിചാരിച്ച ഭാഗങ്ങൾ ബോധപൂർവം വിടാനുള്ള കാരണവും ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ പറയുകയും നമ്മളെല്ലാവരും ഇങ്ങനെ കേൾക്കുകയും ചെയ്യുക എന്നുള്ളത് നല്ലത്. നമുക്കിനി ഒരു ചർച്ചാ രീതിയിൽ ആ കാര്യങ്ങളെ കുറിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഏത് തരത്തിലാണ് മതം, ഏതെങ്കിലും തരത്തിൽ ഇത് നിർണയിച്ചിട്ടുണ്ടോ, നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പോസിറ്റീവ് അംശങ്ങൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായെങ്കിൽ അത് എന്താണ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണെങ്കിൽ നെഗറ്റീവായിട്ട് ഏതൊക്കെ തരത്തിലാണ് അതിനെ നിർണയിച്ചത് എന്നുമുള്ള ഒരു ആശയ സംവാദം ഇലരിവേട്ടാണ്. ആ തരത്തിൽ മുന്നോട്ട് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ പ്രാർത്ഥിക്കാനുള്ള സമയം എന്തൊക്കെ എന്നുള്ളത് ആലോചിക്കാൻ പറ്റും. എന്താ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥന നിശ്ചയിച്ചതിന് ശേഷമാണ് സമയം നിശ്ചയിക്കുന്നത്. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് തീർത്തും സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് രവീന്ദ്രൻ സാറൊക്കെ വളരെ മനോഹരമായിട്ട് ആ മുയലിന്റെയും പുലിയുടെയും ആ സ്ലൈഡ് വെച്ചിട്ട് അതിനെ കാണിക്കുന്നു. നമ്മുടെ സാധാരണഗതിയിൽ നാട്ടുമ്പുറത്തൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടറുടെയും രോഗിയുടെയൊക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥനയെ കാണിക്കും. മുയലിന്റെയും പുലിയുടെയും സ്ലൈഡ് വെച്ചിട്ട് രവീന്ദ്രൻ സാർ പറഞ്ഞ ഒരു കാര്യം, ഒരുപാട് ദിവസമായിട്ട് ഭക്ഷണം കിട്ടാതെ വലിയ തോതിൽ പട്ടിണി അനുഭവിച്ചിരിക്കുന്ന ഒരു പുലി അല്ലെങ്കിൽ സിംഹം, നരി എന്തെങ്കിലും, അത് ഒരു ദിവസം കാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അത് ഒരു മുയലിനെ കാണുകയും കുറെ ദിവസത്തെ ആ പട്ടിണിക്ക് ശേഷം ഒരു മുയലിനെ കിട്ടുക, ഒരു ഇരയെ കിട്ടുക എന്നുള്ളത് ഈ പുലിയുടെ ഏറ്റവും സർവൈവലിന്റെ തന്നെ പ്രശ്നമാണ്. അപ്പം പുലി ഈ മുയലിന്റെ നേരെ ഓടുമ്പോ പുലിയുടെ പ്രാർത്ഥന എന്താണ്? എങ്ങനെ എന്റെ സർവൈവൽ, ദൈവമേ എന്റേത് സർവൈവൽ പ്രശ്നമാണ്, ഞാൻ പട്ടിണി കൊണ്ട് ചത്തുപോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ മുയലിന്റെ ഈ ഓട്ടം കൊണ്ട് അത് രക്ഷപ്പെടാൻ പാടില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് കിട്ടിയേ പറ്റുള്ളൂ, ദൈവമേ നീ സഹായിക്കണേ എന്നുള്ളതാണ്. അപ്പൊ മുയലിന്റെ പ്രാർത്ഥന എന്താ? ഇതാ ഈ ഒരു വലിയ പുലിയിൽ നിന്ന് എന്റെ ജീവന്റെ പ്രശ്നമാണ്, ഇത് എന്റെ സർവൈവൽ പ്രശ്നമാണ്, എന്റെ ജീവൻ ഇതാ ഈ പുലിയുടെ വായിൽ ഒടുങ്ങുകയാണ്, എന്നെ രക്ഷിക്കണം ദൈവമേ എന്നുള്ള ഈ പ്രാർത്ഥനയ്ക്കിടക്ക് ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. രണ്ടുപേരും സർവൈവലിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യം കൊണ്ട് വിശേഷിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രാർത്ഥനയുടെ കാര്യം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു യാചനയാണ്. ആ യാചന പലപ്പോഴും
സ്വാർത്ഥമായ ഒരു യാചനയാണ് നമ്മൾ പ്രാർത്ഥന എന്നുള്ള ഒരു നല്ല വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സാമൂഹ്യ പുരോഗതിയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മനുഷ്യന്റെ പുരോഗതിക്ക് ഏതെങ്കിലും തരത്തിൽ അനുഗുണമായി വന്നതാണ് പ്രാർത്ഥന എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല, അത് പുരോഗമനത്തിന് എതിരായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാം സമഷ്ടിവാദത്തിൽ എല്ലാവരെയും ഒരുപോലെ കാണുക എന്നൊക്കെയുള്ള സങ്കല്പത്തിൽ ഒരു സമൂഹത്തിന്റെ പുരോഗതിയുടെയൊക്കെ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ചിന്താ പദ്ധതിയാണ് സമഷ്ടിവാദം എന്നൊക്കെ പറയുന്നത്. ആ സമഷ്ടിവാദത്തിനോ അല്ലെങ്കിൽ അതുപോലുള്ള സാമൂഹ്യ ചിന്താ പദ്ധതികൾക്കോ തീർത്തുമെതിരായ ശാസ്ത്രീയമല്ലാത്ത ഒരു കാര്യമായിട്ടാണ് പ്രാർത്ഥനയും. അതുകൊണ്ട് അതിന്റെ സമയത്തെക്കുറിച്ച് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ സമയം എന്ന് പറയുന്നത്, പ്രാർത്ഥന ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് തോന്നുന്നത് പ്രാർത്ഥനയെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ആധാര ശിലയായിട്ട് ഗണിക്കുന്ന ഒരു മതം ഇസ്ലാം മതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് ഈ തരത്തിലുള്ള 5 നേരങ്ങൾ നിശ്ചയിക്കുകയും അത് വളരെ നിർബന്ധമായ 5 നേരങ്ങളായിട്ട് മാറ്റുകയും ഒക്കെ ചെയ്തത് ഇസ്ലാം മതമാണ്. പക്ഷെ ഇസ്ലാം മതത്തിൽ പോലും ഇസ്ലാം മതത്തിന്റെ സ്ഥാപകനെന്നോ അല്ല ഇസ്ലാം മതത്തിന്റെ കാരണഭൂതനെന്നോ ഒക്കെ മുസ്ലിങ്ങൾ പറയുന്ന മുഹമ്മദ് നബിക്കോ ആ മുഹമ്മദ് നബിയുടെയും ഈ സർവചരാചരങ്ങളുടെയും രക്ഷിതാവായിട്ടുള്ള അള്ളാഹുവിനോ ഈ പ്രാർത്ഥന ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളായിരുന്നു. കാരണം 5 നേരത്തിന് ഇന്ന് 5 നേരമാണ് നിർബന്ധമായ പ്രാർത്ഥനയുള്ളത്. 5 നേരത്തിന് പകരം 50 നേരമായിരുന്നു ബുറാഖ് എന്ന് പറയുന്ന കുതിരപ്പുറത്ത് ഏറിയിട്ട് നബി അങ്ങ് 7ാം ആകാശത്ത് പോയപ്പോൾ നബിയോട് നിശ്ചയിച്ചു കൊടുത്ത സമയം 50 നേരമായിരുന്നു എന്നും, അങ്ങനെ ഓരോ ആകാശങ്ങളും ഇങ്ങനെ താണു വരുമ്പോ അവസാനം മൂസാ നബി നിൽക്കുന്ന ആകാശത്തിലെത്തിയപ്പോ മൂസ നബിയോട് ചോദിക്കുകയാണ്, അല്ല മുഹമ്മദേ, നിന്റെ ജനങ്ങൾക്ക്, നിന്റെ ഉമ്മത്തിന്, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഫോളോവേഴ്സ് എന്നോ അല്ലെങ്കിൽ എന്തൊക്കെ പറയും, നിന്റെ ഉമ്മത്തിന് 50 നേരമൊക്കെ നമസ്കരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നീ ഒന്നും കൂടെ പടച്ചോനത്തേക്ക് പോ, എന്നിട്ട് സമയം കുറച്ച് വാങ്ങൂ. അങ്ങനെ വീണ്ടും നബി തിരിച്ച് പടച്ചോനത്തേക്ക് അള്ളാഹുവിന്റെ അടുത്തേക്ക് തന്നെ പോവുകയും, എന്നാ പിന്നെ 50 നേരം പറ്റൂല്ലെങ്കിൽ പറ്റൂല അല്ലേ? കാരണം പടച്ചോൻ അറിയില്ലായിരുന്നു. എല്ലാം അറിയുന്ന ഒന്നിക്കൊണ്ടതായ ഒന്നിസ്യന്റ് ആയിട്ടുള്ള ദൈവത്തിന് അത് അറിയില്ലായിരുന്നു. ഈ ജനതയ്ക്ക് 50 നേരം ഒരു ദിവസം നമസ്കരിച്ചാൽ വേറെ ഒരു പണിക്കും ഒരു പക്ഷേ വംശവർദ്ധനത്തിന് പോലും നേരം ഉണ്ടാകുമായിരുന്നില്ല. ആ തരത്തിൽ വംശം വരെ ഇല്ലായ്മ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് ദൈവത്തിന് അറിയില്ലായിരുന്നു. ആ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടുള്ള മുഹമ്മദിന് അറിയില്ലായിരുന്നു. എന്ന് വരുമ്പോൾ മുഹമ്മദ് തിരിച്ചു പോവുകയും ആ 50 നേരം എന്നുള്ളത് 45 നേരമാക്കി. അങ്ങനെ 9 പ്രാവശ്യം. അപ്പൊ 45 നേരമാക്കിയപ്പോഴും തിരിച്ചു വന്നപ്പോ മൂസ പറഞ്ഞു, അപ്പൊ മൂസയാണ് കേട്ടോ ഏറ്റവും വലിയ ആള്, ദൈവത്തെക്കാളും വലിയ ആള് മൂസ നബിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ജനങ്ങളുടെ മനഃശാസ്ത്രവും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്ന ആളൊരു പക്ഷേ മൂസ നബി ആയിരിക്കണം. അദ്ദേഹം പറയുകയാണ് വീണ്ടും മുഹമ്മദിനോട്, 45 പറ്റൂല നിന്റെ ജനതയ്ക്ക്, അതുകൊണ്ട് തിരിച്ചു പോ, ഒന്നുകൂടി ദൈവത്തോട് ചോദിക്കൂ. അപ്പൊ 40 തിരിച്ചു വന്നു, അതും പറ്റൂല എന്ന് പറഞ്ഞപ്പോ 5 തിരിച്ചു വന്നപ്പോ ഈ 5 പറ്റൂല എന്ന് മൂസാ നബി എങ്ങാണ്ട് പറഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ ഉണ്ടാവില്ലായിരുന്നു നിസ്കാരം. പിന്നെ ഒരു പോക്കം കൂടി പോയിട്ടുണ്ടെങ്കിൽ ആ 5 ദൈവം കുറച്ചു കൊടുക്കുമല്ലോ. ദൈവത്തിന് അറിയാമായിരുന്നെങ്കിൽ ആദ്യം തന്നെ 5 ആക്കും. അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് 9 പ്രാവശ്യം 45 കുറച്ചു കൊടുത്തത്. അപ്പൊ ഒരു പ്രാവശ്യം കൂടെ മൂസ അങ്ങോട്ട് പോകാൻ പറഞ്ഞിരുന്നെങ്കിൽ ദൈവം ആ 5 കുറച്ചു കൊടുത്ത് ഒരു നേരവും ഇല്ലാത്ത വിധത്തിൽ ആക്കുമായിരുന്നു എന്നുള്ളതാണ് ഒരു കഥ. അത് സാമൂഹ്യ പുരോഗതിയെയോ അല്ലെങ്കിൽ സമൂഹത്തെയോ ഒരു തരത്തിലും നിർണയിക്കുകയോ അല്ലെങ്കിൽ സ്വാധീനിക്കുകയോ ചെയ്യുന്ന ഒന്നല്ല പ്രാർത്ഥന എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഇതുപോലെ ഇത് ചെയ്യാൻ വേണ്ടി, സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ആർക്കെങ്കിലും ഒക്കെ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. നമുക്ക് ആ തരത്തിലൊന്ന് ലൈവാക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ നിർത്തിയത്. പ്രാർത്ഥന ശരിയായാലും തെറ്റായാലും സമൂഹത്തിന്റെ ഐക്യമത്യത്തിന് ഏറ്റവും പ്രധാനമായ അടിസ്ഥാനപരമായി നിലകൊള്ളുന്ന ഏത് മതത്തിൻ്റെതായാലും ഒരു പ്രതിഷ്ഠയെന്ന പോലെ
ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് കാര്യം. എന്താണ് പ്രാർത്ഥന എന്നാണ് നമ്മൾ ആദ്യം നിർവചിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ പ്രാർത്ഥന സമൂഹ പ്രാർത്ഥന ആയാൽ പോലും ഈ പ്രാർത്ഥനയിൽ മുഴുവൻ ലോകത്തിനും ഐശ്വര്യം വരണം എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. മുഴുവൻ ലോകത്തിനും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാമെങ്കിൽ പോലും അതൊക്കെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് എന്ത് ഫലമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ സർവ്വലോകത്തിൽ സുഖം ലഭിക്കുമെങ്കിൽ നമ്മളെല്ലാവരും അങ്ങ് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോലെ പ്രവൃത്തിയോ ഒന്നും ആവശ്യമില്ലാതായത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പ്രാർത്ഥന പലപ്പോഴും നമ്മൾ സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത്. എന്റെ സ്വാർത്ഥത ഡോക്ടറാണെങ്കിൽ എന്റെ സ്വാർത്ഥത എന്താ? കൂടുതൽ രോഗികൾ ഉണ്ടാവണം എന്നുള്ളതാണ്. രോഗികളുടെ സ്വാർത്ഥത എന്താ? അല്ലെങ്കിൽ ആവശ്യം എന്താ? രോഗം പെട്ടെന്ന് ഭേദമാവണം, അല്ലെങ്കിൽ രോഗമേ ഇല്ലാത്ത അവസ്ഥ വരണം എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ പ്രാർത്ഥന പ്രവൃത്തി. ശാസ്ത്രത്തിന്റെ പ്രവൃത്തി അതാണ്, പ്രാർത്ഥനയല്ല. ശാസ്ത്രത്തിന്റെ അത്തരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ടാണ് പല രോഗങ്ങളും ഇല്ലാതെ പോകുന്നത്. വിശ്വാസികളായുള്ള ഡോക്ടർമാരുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള രോഗികളുടെ പ്രാർത്ഥന കൊണ്ടോ അല്ല ലോകത്ത് രോഗങ്ങളില്ലാതെ പോകുന്നത്. അത് ശാസ്ത്രത്തിന്റെ പ്രവൃത്തികൾ കൊണ്ടാണ്. പ്രാർത്ഥന കൊണ്ട് ആ തരത്തിലുള്ള എന്തെങ്കിലും ഗുണകരമായ ഒരു കാര്യം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇന്ന് എത്ര വർഷമായി, എത്ര നൂറ്റാണ്ടുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു പ്രാർത്ഥന കൊണ്ടും ഒന്നും നേടിയില്ല എന്ന് മാത്രമല്ല, ശാസ്ത്രത്തിന്റെ പ്രവൃത്തികൾ കൊണ്ട്, സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ബോധപൂർവമായ ഇടപെടൽ കൊണ്ട്, ശാസ്ത്രീയമായ പ്രവൃത്തികൾ കൊണ്ടും സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ബോധപൂർവമായ ഇടപെടൽ കൊണ്ടാണ് സംസ്കാരം. സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ബോധപൂർവമായ ഇടപെടൽ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് അത് സംസ്കാരമാണ്. ആ സംസ്കാരം കൊണ്ടാണ് ലോകത്തിൽ എന്തെങ്കിലും ഗുണകരമായ മാറ്റങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് കാര്യം. ജീവകമതികളാണെങ്കിൽ പോലും മനഃശാസ്ത്രപരമായ ഒരു കൂട്ടായ്മ വരുന്നത് ഈ പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ സ്വയം ഒരു പ്രതിജ്ഞയിൽ നിന്നല്ലേ? തീർച്ചയായും ഏത് തരത്തിലായാലും ആ തരത്തിലുള്ള ഒരു ഹിസ്റ്റീരിക് ആയിട്ടുള്ള മാസ് ഹിസ്റ്റീരിയ. കാരണം നമ്മളൊരു മുദ്രാവാക്യം എടുക്കുകയാണെങ്കിൽ ആ മുദ്രാവാക്യം ഒരു മാസ് ഹിസ്റ്റീരിയയുടെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. ഒരു ഹല്ലേലൂയ പാടുമ്പോൾ ആ ഹല്ലേലൂയ പാടുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള സ്യൂഡോ ആയിട്ടുള്ള റിലീഫ് ഉണ്ടാകുന്നത് ഈ മാസ് ഹിസ്റ്റീരിയയുടെ ഭാഗമായിട്ടാണ്. മാസ് ഹിസ്റ്റീരിയയുടെ ഭാഗമായിട്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്നല്ല, മറിച്ച് ആ മാസ് ഹിസ്റ്റീരിയക്ക് അടിപ്പെടുന്ന ആളുകൾക്ക് വളരെ നൈമിഷികമായ വൈയക്തികമായ ചില സ്യൂഡോ റിലീഫ് ഉണ്ടാകുന്നു എന്നുള്ളതിനപ്പുറം മറ്റൊന്നും ഉണ്ടാവുന്നില്ല. അത് സ്യൂഡോ ആണ്. അത് സ്യൂഡോ എന്ന് പറയുമ്പോൾ അത് കപടമാണ്, അല്ലെങ്കിൽ ഇല്ലാത്തതെന്ന് തോന്നിക്കുന്നതാണ്, ഫോൾസ് ആണ്. സാമൂഹ്യ ജീവിതത്തിന്റെ ഗുണകരമായ നടത്തിപ്പിന് മതം എവിടെയെങ്കിലും എന്തെങ്കിലും തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഉദാഹരണം പറയണം. അതേസമയം മതത്തിന്റെ സാമൂഹ്യമായ കെട്ടുറപ്പ് കാരണം കുറെ ഗുണകരമായ സാമൂഹ്യത്തിനും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറെ എന്ന് പറയുമ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒറ്റൊരു ഉദാഹരണം നമുക്കിപ്പോ കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ധാർമ്മികതയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ചോദ്യം വരുന്നത്. സമൂഹത്തിന്റെ ഗുണപരമായിട്ടുള്ള ഒരു പോക്കെന്ന് പറയുമ്പോൾ അത് ധാർമ്മികതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പോക്കാണ് എന്നുള്ളതാണ് നമ്മുടെ സാധാരണ വെപ്പ്. അതല്ലെങ്കിൽ ധാർമ്മികത നമ്മുടെ ഉള്ളിൽ വേരുവെന്നത് മതത്തിന്റെ ഭാവത്തിലാണ്, അതിന്റെ അഭാവത്തിലല്ല എന്നുള്ളതാണ് ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ യുക്തിയുഗം മാസികയിലുള്ള മനോജ് ഫ്രൈറ്റിന്റെ ലേഖനം മാത്രം വായിച്ചാൽ മതി. നമ്മള് അതിലെ 1-2 തോട്ട് എക്സ്പെരിമെന്റ് നടത്തുന്നു. ഞാനത് പറയേണ്ട കാര്യമില്ല, എല്ലാവരും കൂടെ യുക്തിയുഗം വായിച്ച ആളുകളായിരിക്കും. കാരണം ഇത് മതമാണ്. മതം എന്തെങ്കിലും തരത്തിലുള്ള പിന്നോട്ടടി അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഏതെങ്കിലും തരത്തിലുള്ള വിഘാതം സൃഷ്ടിച്ചു എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഇതാണ് വിഘാതം. പലപ്പോഴും എല്ലാ പുരോഗതിയിലും വിഘാതം സൃഷ്ടിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ. ബ്രൂണോവിനെ എന്താ ചെയ്തത്? ബ്രൂണോ കൃത്യമായ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചപ്പോ ബ്രൂണോ ചുട്ടുകൊല്ലുകയാണ് ചെയ്തത്. ഗലീലിയോവിനെ വളരെ തന്ത്രപൂർവ്വം അതിൽ നിന്ന് ആ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. ആ തരത്തിൽ ഏത് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോഴും ശാസ്ത്രീയമായ തെളിവുകൾ മുന്നോട്ട് വെക്കപ്പെടുമ്പോഴും സമൂഹത്തിൽ
ആ ശാസ്ത്രീയമായ തെളിവുകളെ ഗളച്ഛേദം ചെയ്യുന്ന വിധത്തിലല്ലാതെ മതം ഒരിക്കലും പിന്നീട് 100-600 വർഷം കഴിയുമ്പോഴാണ് മതത്തിന് അന്ന് ചെയ്ത് തെറ്റായി പോയി എന്ന് ഭാഗികമായിട്ടെങ്കിലും സമ്മതിക്കേണ്ടി വരുന്നത്. പിന്നെ ധാർമ്മികതയുടെ കാര്യത്തിലാണെങ്കിൽ ആ ഒരു തോട്ട് എക്സ്പെരിമെന്റ് മാത്രം നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. കാരണം പലപ്പോഴും എന്റെയൊക്കെ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ മതമൊന്നും പ്രാക്ടീസ് ചെയ്യാത്ത എന്റെ ഒരു അളിയൻ, പക്ഷെ ദൈവവിശ്വാസിയാണ്, മതം പ്രാക്ടീസ് ചെയ്യില്ല, ദൈവത്തിൽ അല്പമൊക്കെ വിശ്വസിക്കുന്നു, എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്തൊക്കെ പറഞ്ഞാലും പേഴ്സണൽ കോഡിനെയൊക്കെ നമ്മൾ നിഷേധിച്ചാൽ പോലും ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഈ തരത്തിലുള്ള ചെറിയ ഒരു മൂല്യത്തിന്റെ ശേഷിപ്പെങ്കിലും സമൂഹത്തിൽ ഉണ്ട് എങ്കിൽ അതിന്റെ ഒരു കാരണം മതം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ധാർമ്മികതയല്ലേ എന്നാണ്. മതം ഒരു തരത്തിലുള്ള ധാർമ്മികതയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നും അത് മതവിശ്വാസികളായാലും വിശ്വാസം ഇല്ലാത്ത ആളുകൾക്കായാലും ഇവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ധാർമ്മികത ഉരുത്തിരിഞ്ഞത് എന്നും ആ തോട്ട് എക്സ്പെരിമെന്റ് തെളിയിക്കുന്നുണ്ട്. ആ റെയിൽ ട്രാക്കിൽ ഉണ്ടാവുന്ന തോട്ട് എക്സ്പെരിമെന്റ് ഞാൻ വേണമെങ്കിൽ അത് വായിക്കാത്ത ആളുകളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറയാൻ വേണമെങ്കിൽ, ഒരു റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ ഒരു പാലം, ആ പാലത്തിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. റെയിൽവേ ട്രാക്ക് ഇങ്ങനെ നേരെ വരുന്ന ഒരു ട്രാക്കും അവിടുന്ന് ബൈഫർക്കേറ്റ് ചെയ്തിട്ട് പോകുന്ന മറ്റൊരു ട്രാക്കും. അപ്പൊ ഈ നമുക്കറിയാം, റെയിൽവേയിലൂടെ വണ്ടി പോകുമ്പോൾ നമ്മൾ ട്രാക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ ലിവർ വലിച്ചാണ് പഴയ കാലത്ത് വണ്ടി മാറ്റുന്നത്, അല്ലെങ്കിൽ ട്രാക്ക് മാറ്റി കൊടുക്കും. ഇപ്പോഴും അങ്ങനെ ഞാൻ തോന്നുന്നു. അപ്പോ ഇവിടെ ഇയാള് പാലത്തിന്റെ മുകളിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് ഒരു ചെറിയ വാഗൺ വരുന്നുണ്ട്. ആ നേരെയുള്ള ട്രാക്കിലൂടെ വരികയാണെങ്കിൽ ഈ ട്രാക്കിൽ ആ വണ്ടിയുടെ വരവ് കാണാതെ, ഒരിക്കലും കാണാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ 5 പേർ നിന്ന് പണിയെടുക്കുന്നു. അപ്പൊ വണ്ടി ആ ട്രാക്കിലൂടെ വരികയാണെങ്കിൽ ഈ 5 പേരും ഈ വണ്ടി അടിയിൽപ്പെട്ട് മരിക്കും എന്നുള്ളത് ഉറപ്പുണ്ട്. ഇനി അപ്പുറത്തേക്ക് ഇദ്ദേഹം പാലത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഇദ്ദേഹം ലിവർ വലിച്ച് ആ ട്രാക്ക് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ആ ട്രാക്കിൽ ഒരാൾ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്, ഒറ്റൊരാൾ. അപ്പൊ ഒരാൾ നിന്ന് ജോലി ചെയ്യുമ്പോൾ മതക്കാരോട് ചോദിച്ചു, ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളോട് ചോദിച്ചു, വ്യത്യസ്ത മതത്തിന്റെ ആളുകളെടുത്ത് ഈ സർവേ നടത്തി. അതിൽ 80, ഏത് സർവേക്കും ഒരു 10-20% വളരെ ഈസി ആയിട്ട് എടുക്കുന്ന ആളുകൾ അവരെ നമുക്ക് വിടും. പക്ഷേ ഗൗരവമായിട്ട് പ്രതികരിച്ച 80% കൂടുതൽ ആളുകളും പറഞ്ഞത് ലിവർ വലിച്ച് ഒരു ആൾ എങ്കിലും എന്തായാലും മരിക്കും. ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും ഒന്നുകിൽ ഈ 5 പേർ മരിക്കും, അല്ലെങ്കിൽ ഒരാൾ മരിക്കും. അല്ല, ഞാൻ ചെയ്താൽ ഒരാൾ മരിക്കും. അപ്പൊ ഞാൻ ചെയ്തില്ല എങ്കിൽ 5 പേര് മരിക്കും. അപ്പൊ ഞാൻ ചെയ്യും. ഒരാൾ 5 പേരെ രക്ഷിച്ച് ഒരാളെ ഏതെങ്കിലും മരണം ഉറപ്പാണ്. അപ്പൊ ഞാൻ ഏറ്റവും മരണത്തിന്റെ തോത് ഏറ്റവും കുറക്കാവുന്ന വിധത്തിൽ ഒരാളെ കുരുതി കൊടുത്തുകൊണ്ട് ഞാൻ ലിവർ വലിക്കുമെന്നാണ് എല്ലാ ആളുകളും പങ്കെടുത്ത 80. അതിൽ തന്നെ അതിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകളും ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളും പറഞ്ഞത് ഇത് തന്നെയായിരുന്നു. അപ്പം ദൈവവിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധാർമ്മികത, ദൈവവിശ്വാസികൾക്ക് ഇല്ലാത്ത ഒരു ധാർമ്മികത ദൈവവിശ്വാസികൾക്ക് ഉണ്ടാവുന്നു എന്ന് ഒരിടത്തും തെളിഞ്ഞിട്ടില്ല. മാത്രമല്ല, നേരെ വിരുദ്ധമായിട്ട് തെളിഞ്ഞിട്ടുമുണ്ട്. കാരണം ആ വിശ്വാസം അത് തന്നെ ആ എക്സ്പെരിമെന്റ്, അതേപോലെ തന്നെ വേറൊരു തോട്ട് എക്സ്പെരിമെന്റ് പറയുന്നത് മതത്തിന്റെ ഒരു ഏതെങ്കിലും ഒരാളുടെ ഒരു കാര്യമെടുത്താൽ അദ്ദേഹം മതത്തിന്റെ പേരോ അല്ലെങ്കിൽ ആളുടെ പേരോ പറയാതെ ഇദ്ദേഹം ഇത്രയും ആളുകളെ കൊന്ന ആളാണ്, ഇദ്ദേഹത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം സ്കൂൾ കുട്ടികളോട്, അത് അവിടെയാണ് പ്രസക്തമായത്. സ്കൂൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ സ്കൂൾ കുട്ടികളിൽ 90% മുകളിൽ, അല്ലെങ്കിൽ 100% തന്നെ പറയാം, 100% കുട്ടികളും പറഞ്ഞു ആ ഒരു ചരിത്ര പുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആളുടെ പേരൊന്നും പറയാതെ. ഞങ്ങൾ വിയോജിക്കുന്നു, അദ്ദേഹം സമൂഹത്തിന് എതിര് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ള അർത്ഥത്തിൽ. ഇനി നമ്മൾ ഇതിനെ തന്നെ കുറെ മുസ്ലിങ്ങളുള്ള ഇടത്ത് പോയിട്ട് അതിനെ ഒരു മുസ്ലിം മുഹമ്മദ് നബി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളും പറയും അത് ശരിയായിരുന്നു, ഒരുപാട് ആളുകളെ കൊല്ലുമ്പോൾ അത് ശരിയായിരുന്നു എന്ന് മുസ്ലിങ്ങൾ പറയുകയും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റാലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സ്റ്റാലിൻ ചെയ്തത് ശരിയായിരുന്നു എന്ന് കമ്മ്യൂണിസ്റ്റുകാരും പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് മതം അല്ലെങ്കിൽ ടോട്ടാലിറ്റേറിയനിസ്റ്റ് കാഴ്ചപ്പാട് ഉള്ള ആളുകൾ മതത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ആ കാര്യത്തിന് പോലും അപ്രൂവൽ കൊടുക്കുന്ന കാര്യം
അത് മതത്തിന്റെ നൈതികത അല്ലെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത് ഈ തരത്തിലാണ്. മതത്തിന്റെ കാര്യത്തിലാവുമ്പോൾ ഒന്നാൽ അത് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ഇടയിലാണ് ആ തരത്തിലുള്ള തോട്ട് എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ആ കുട്ടികളാണ് ഇത് പറയുന്നത് എന്ന് വെക്കുമ്പോൾ ഒരാള് മതമില്ലാത്ത രാഷ്ട്രീയമില്ലാത്ത ഒരു ചരിത്ര പുരുഷനെ, അമൂർത്തമായ ഒരു ചരിത്ര പുരുഷനെ മുന്നിൽ വെച്ച് ഇത്തരം ആളുകളെ, ഇത്ര ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന ഒരാളാണ്, ഇയാളുടെ പ്രവൃത്തിയെ നിങ്ങൾ ന്യായീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ 90%, 99%, 100% കുട്ടികളും അതിനെ നിരാകരിക്കുമ്പോൾ മതത്തിന്റെ ലേബൽ വരുമ്പോഴേക്കും അവരുടെ ബൈഫർക്കേഷൻ ഉണ്ടാകുന്നു. ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അത് ശരിയാണ്, മതത്തിന്റെ സർവൈവലിന് വേണ്ടി അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ചിന്തയുടെ, ആ തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ സർവൈവലിന് വേണ്ടി അങ്ങനെ ചെയ്തെങ്കിൽ അത് ശരിയാണ് എന്ന് വരുമ്പോൾ മതം മുന്നോട്ട് വെക്കുന്ന ധാർമ്മികത എന്താണ് എന്ന് നമ്മൾ അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ നെഹ്റു പറഞ്ഞ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അത് മതത്തിൻ്റെ ഡേറ്റിംഗ് ആണ്. അദ്ദേഹം അത് സ്പർശിച്ചു പോയിട്ടേ ഉള്ളൂ. അത് നമ്മളിപ്പോൾ സാധാരണ ഒരാളോട് ചോദിച്ചു നോക്കുക, എന്നാണ് ഭൂമിയിൽ മതങ്ങളും ദൈവങ്ങളും ഒക്കെ ആചാരങ്ങളൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ മറുപടി കിട്ടും. അതായത് അതിലെന്തോ ഇത്ര വലിയ കാര്യം ചോദിക്കാതിരിക്കുന്നത്, അത് ഭൂമിയിൽ എന്ത് മനുഷ്യനുണ്ടോ അന്ന് മുതൽ മതങ്ങളും ദൈവങ്ങളൊക്കെ ഉണ്ടെന്ന് ഉത്തരം പറയാം. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതൊരു ലോക തട്ടിപ്പാണ്, ഇത് വെറും തെറ്റാണ്. കാരണം ഞാൻ എൻ്റെ സമയം പറയാം. അതായത് ആധുനിക മനുഷ്യൻ, നമ്മൾ ഹോമോസാപ്പിയൻസ്, അതിൻ്റെ ഒരു ശതമാനത്തിൽ ഞാൻ പറയാം, ഭൂമിയിൽ ജീവിച്ച മൊത്തം സമയം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 95% സമയത്തും നമുക്ക് മതങ്ങളോ ദൈവങ്ങളോ ഈ പറഞ്ഞ ചടങ്ങുകളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ശരിക്കും അതൊരു 10 മിനിറ്റ് എടുക്കണം അല്ലെങ്കിൽ പറഞ്ഞു കേട്ടോ, ഞാൻ നിർത്താം. അതായത് ആധുനിക മനുഷ്യൻ നമ്മൾ ഭൂമിയിൽ വന്നിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ 2 ലക്ഷത്തോളം വർഷങ്ങളായി. അതിന് ഫോസിൽ തെളിവുകളുണ്ട്. അതായത് ഫോസിൽ തെളിവ് എടുക്കുന്നത്, അതായത് നമുക്ക് 1350 ക്യൂബിക് സെന്റിമീറ്റർ തലച്ചോറുണ്ട്. ഈ ആകൃതി, ഈ ഷേപ്പ്, ഈ രൂപം, ഈ തലച്ചോറിന്റെ ശേഷിയൊക്കെയുള്ള ഈ മനുഷ്യൻ ഭൂമിയിൽ അവന്റെ പൂർവ്വരൂപങ്ങളിൽ നിന്ന് പരിണമിച്ച് വന്നിട്ട് 2 ലക്ഷം വർഷമായിട്ടുള്ളൂ. അതിന് ഫോസിൽ തെളിവുണ്ട്. ഫോസിൽ തെളിവ് എടുക്കുന്നത് 1,95,000 വർഷമാണ്. പിന്നെ ജനറ്റിക് തെളിവ് വേറെയുണ്ട്. അതേക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് വിദ്യാഭ്യാസ മാസികയിൽ പിന്നീട് തുറന്നു വായിക്കാം. അപ്പൊ അതിൻ്റെ 95% എന്ന് പറഞ്ഞാൽ അതായത് 1,90,000 വർഷമാണ്. 1,90,000 വർഷത്തോളം മനുഷ്യന് ഭൂമിയിൽ ദൈവങ്ങളോ മതങ്ങളോ മറ്റ് ചടങ്ങുകളോ ഒന്നും തന്നെ ഇല്ല. തെളിവുണ്ട് അതിന്. പിന്നെ ബാക്കി 5% സമയം എന്ന് പറഞ്ഞു. അത് 5% എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ 10,000 വർഷമാണ്. അതും മാത്രമല്ല, ഈ 10,000 വർഷത്തിൽ അതിൻ്റെ 3.5% സമയത്തും ഈ മതങ്ങളിലേക്കുള്ള ഒരു പരിവർത്തന ഘട്ടം മാത്രമാണ്. ശരിക്കും 1.5% സമയമായിട്ടുള്ളൂ ഈ സംഘടിത മതങ്ങൾ ഉണ്ടായിട്ട്. അതായത് കഴിഞ്ഞ 10,000 വർഷം തൊട്ട് കഴിഞ്ഞ 3,000 വർഷം വരെയുള്ള സമയം മതത്തിൻ്റെതായ ഒരു ട്രാൻസിഷൻ സമയവും പിന്നീട് സംഘടിത മതങ്ങൾ രൂപങ്ങളാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു നോക്കാം. അതായത് ഇപ്പം എങ്ങനെ മതം സൃഷ്ടിച്ചു നമുക്കിപ്പോൾ അറിയാം. ഇസ്ലാം മതം, മറ്റു മതങ്ങളൊക്കെ, ഇന്ന് ഹിന്ദു മതങ്ങളൊക്കെ അതിൻ്റെതായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ മനുഷ്യൻ്റെ അറിവും അവൻ്റെ ടൂൾസുമാണ് ഇതൊക്കെ നിശ്ചയിച്ചത്. ഇപ്പം നമ്മുടെ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല മൊബൈലുണ്ട്. ഇപ്പോൾ 3G മൊബൈലൊക്കെ കയ്യിലിരിക്കുന്നുണ്ട്. ഈ മൊബൈൽ ഇന്ന് ഉണ്ടാവൂ, അത് ഇന്നലെ ഉണ്ടാവില്ല. 5 വർഷം മുമ്പൊന്നും നമുക്ക് ഈ മൊബൈൽ ഉണ്ടാകാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ മൊബൈലിന് ടെക്നോളജി അന്നില്ല, അതുകൊണ്ട് ഇന്നില്ല. പക്ഷെ 5 വർഷം കഴിഞ്ഞ് ഈ മൊബൈലിന്റെ ഷേപ്പൊക്കെ മാറി പുതിയ രൂപത്തിൽ വരും. അപ്പൊ ഇത് സംഭവിച്ചാൽ 10,000, അത് കഴിഞ്ഞ 2 ലക്ഷം വർഷം തൊട്ട് കഴിഞ്ഞ 10,000 വർഷം വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ മനുഷ്യന്റെ ടൂൾസ് നോക്കിയാൽ മതി. അവൻ മതങ്ങൾ, അവൻ്റെ അറിവിന്റെ തലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് വെറും ശിലായുധങ്ങളായിരുന്നു മനുഷ്യന്റെ അന്നത്തെ ഉപകരണങ്ങൾ. വെറും ഈ പാറക്കഷ്ണം കെട്ടിയെടുത്തിട്ട് അതൊന്ന് 2 വർഷങ്ങളൊക്കെ ഒന്ന് ഉരച്ച് കളഞ്ഞ് ഒരു ഷേപ്പാക്കി എടുത്ത് ആ ഉപകരണമാണ് മനുഷ്യൻ്റെ ടൂൾസ്. ആ ടൂൾസുള്ള മനുഷ്യൻ എങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പം ഏറ്റവും വലിയ ദൈവത്തിന്റെ രൂപങ്ങളായി കാണുന്ന അള്ളാഹുവാണ്. ആ അള്ളാഹുവിനൊക്കെ എങ്ങനെ സംഘടിപ്പിച്ചെടുക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അതൊക്കെ പിൽക്കാലത്ത് മാത്രം വരുന്നത്. പക്ഷേ ഈ ടൂൾസിന്റെ വികാസത്തിന്റെ ഉള്ളിലാണ് ഇത് സംഭവിക്കുന്നത്. മാത്രമല്ല വേറെ പ്രശ്നമുണ്ട്.
ഭാഷ ഒരു പ്രശ്നമാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക്. ഈ ചേട്ടനോട് പ്രാർത്ഥന കൊടുന്ന് വാക്കുകളില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല. കാരണം ഭാഷ വരുന്നത് നമ്മളീ പറഞ്ഞ പോലെ മനുഷ്യന്റെ ഉൽപ്പത്തി സമയത്ത് നമുക്ക് ഭാഷയില്ല. ഭാഷയ്ക്ക് തന്നെ അതിൻ്റെതായ ഒരു ജെനറ്റിക്സ് ഉണ്ട്. ഒരു ജീൻ്റെ ഒരു ചെറിയൊരു മ്യൂട്ടേഷൻ സംഭവിച്ചതാണ് മനുഷ്യന് ഭാഷ ഉണ്ടാക്കാനുള്ള ഒരു അവസരം കഴിഞ്ഞത്. അതായത് കഴിഞ്ഞ 2 ലക്ഷം വർഷത്തിന് പുറത്താണ് ആധുനിക മനുഷ്യന് നമ്മുടെ 7ാമത്തെ ക്രോമസോമിലുള്ള ഒരു ജീൻ, അതിന് FOX2 എന്ന് പറയാം, ചുരുക്കത്തിൽ ഫോക്സ് ജീൻ എന്ന് പറയും, FOX2 എന്ന് പറയും. ആ ജീനിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസം വന്നു. 2 ന്യൂക്ലിയോടൈഡുകൾ മാറുകയുള്ളൂ. പക്ഷെ നമ്മുടെ ഇവിടെ ഈ ഇവിടുത്തെ ഭാഗം ഈ സ്വനതന്തുക്കൾ അതിലേക്ക് മാറ്റങ്ങൾ വരികയും മാത്രമല്ല തലച്ചോറിൽ ഈ ഫ്രോണ്ടൽ ലോബിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നതിന് ഫലമായിട്ടാണ് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ, വ്യത്യസ്തമായ ശബ്ദം പുറപ്പെടുവിക്കാനും ആ ശബ്ദത്തിന് ഒരു നിശ്ചിത അർത്ഥം ഉണ്ടെന്ന് തലച്ചോറ് കോഡ് ചെയ്തുകൊണ്ട് പരമ്പരയായിട്ടും വികസിച്ച് അത് നമുക്ക് ബോധത്തിലാക്കാനും സാധിക്കുന്നത്. പക്ഷെ ഈ 2 ലക്ഷം വർഷം ഈ മ്യൂട്ടേഷൻ സംഭവിച്ചെങ്കിലും നമുക്കൊരിക്കലും ഭാഷ വരുന്നില്ല. ഭാഷ വരുന്നത് കഴിഞ്ഞ ഒരു 50,000 വർഷത്തിന് പുറത്താണ്. അതിലൊരുപാട് വേറെ തെളിവുകളുണ്ട്. അപ്പൊ ചുരുക്കമായാലുണ്ടല്ലോ ഈ മതങ്ങളെ എത്ര ഗുസ്തി പിടിച്ചു കഴിഞ്ഞാലും മനുഷ്യൻ ഇവിടെ ഉണ്ടായി. അവൻ ഫിസിക്കലായിട്ട് ഇന്നത്തെ രൂപത്തിൽ വന്നു. തലച്ചോറിന്റെ വികാസത്തിലൂടെ ഭാഷ രൂപീകരിക്കാൻ പറ്റി. അതിൻ്റെ ഒരു പിൽക്കാല ഉൽപ്പന്നമാണ് മതം വരുന്നത് എന്ന് മാത്രമല്ല ഈ 10,000 വർഷത്തിന് പുറത്ത് ടൂൾസ് മാറുന്നു. അത് വേറൊരു വസ്തുത കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. കഴിഞ്ഞ ഈ 10,000 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഒരിക്കലും മതം ഉണ്ടാവില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ആ കാലത്ത് ഹിമയുഗമായിരുന്നു. ഐസേജ്, നമ്മളിപ്പോൾ ഒരു ഐസേജ് എന്നൊക്കെ ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഉണ്ടാകാൻ മനസ്സിലാവും. ഒരു ഐസേജ് ഹിമയാണ്. നമ്മുടെ ഈ ഭാഗങ്ങൾ വരെ ഈ ഹിമത്തിൽപ്പെട്ട് കിടക്കായിരുന്നു. കാശ്മീരൊക്കെ ഉത്തരാർദ്ധവോളം മുഴുവൻ ഹിമത്തിലായിരുന്നു. ആ കാലഘട്ടത്തിലൊന്നും ഈ മനുഷ്യന്റെ വികാസത്തെ തടഞ്ഞു നിർത്തിയത്, ടൂൾസിന്റെ വികാസത്തൊക്കെ തടഞ്ഞു നിർത്തിയ പ്രതിഭാസങ്ങളാണ് ഈ ഐസേജ്. അതൊക്കെ മാറുന്നത് കഴിഞ്ഞ 10,000 വർഷം തൊട്ടാണ്. അതിനുശേഷം ആണ് നവീന ശിലായിൽ ആരംഭിക്കുന്നത്. നവീന ശിലായിൽ ശരിക്കും കഴിഞ്ഞ 10,000 വർഷം ആരംഭിച്ച് കഴിഞ്ഞ 2 വർഷം നിലനിന്നു, അല്ല ഇത് 2000 വർഷം നിലനിന്നു, 2000 വർഷം തൊട്ട് അവസാനിക്കുന്നത്. അപ്പൊ ഈ മനുഷ്യൻ ഉത്ഭവിച്ച് 2 ലക്ഷം വർഷം തൊട്ട് ഉത്ഭവിച്ച് പിന്നീട് ഈ നവീന ശിലായുഗം വരെയുള്ള കാലത്ത് മനുഷ്യന്റെ ടൂൾസ് എന്ന് പറയുന്നത് ഈ കരിങ്കല്ലാണ്. കരിങ്കല്ല് പലതരത്തിൽ ചെത്തുപിടിപ്പാക്കിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും ആ തരത്തിലുള്ള ഒരു മനുഷ്യന് ഈ നമ്മളിപ്പോൾ ഇവിടെ വിശദീകരിച്ച പോലത്തുള്ള തരത്തിലുള്ള ഒരു ദൈവിക സങ്കല്പത്തിലേക്കോ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഇതിലേക്ക് ഉയരാൻ പറ്റില്ല. കാരണം അതിനുള്ള അറിവില്ല. പക്ഷെ പിന്നീട് വൻ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ 10,000 വർഷം തൊട്ട് ഹിമയുഗം മാറി ഇന്നത്തെ ഈ ചൂടുള്ള കാലാവസ്ഥ വരികയും മൊത്തത്തിൽ ഈ ലോകം ആകെ മാറുകയും ചെയ്യുന്നു. അധികം വൈകാതെ തന്നെയാണ് നമ്മുടെ ഈ മറ്റേ യുഗമുണ്ട്, ഈ ചെമ്പുയുഗം, പിച്ചളയുഗം എന്നൊക്കെ പറഞ്ഞ ഈ അവസാന ഇരുമ്പുയുഗം ഈ കാലഘട്ടത്തിലേക്ക് വികസിച്ചു വരുന്നത്. അതിൻ്റെ തുടർച്ചയാണ്. ഇതിന് നിദാനമായിരിക്കുന്നതാണ് ഈ കാർഷിക കൃഷിയുടെ കണ്ടെത്തൽ. കൃഷി കണ്ടെത്തിയത് കൂടിയാണ് ഇതെല്ലാം മാറി പറഞ്ഞത്. കൃഷി ശരിക്കും 10,000 വർഷം തൊട്ട് ആരംഭിക്കുകയും അത് അതിൻ്റെതായ ഒരു വികാസമുണ്ട്. അതിലേക്കൊക്കെ വളരെ ഡീപ്പായിട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ ഉപരിപ്ലവമായിട്ട് പറയുന്നുള്ളൂ. അതിലേക്ക് കൃഷി ആരംഭിച്ചതിന് ശേഷം മനുഷ്യൻ ഒരിടത്ത് സെറ്റിൽഡ് ആവുകയാണ്. അതിനു മുമ്പ് നമ്മൾ സെറ്റിൽഡ് അല്ല, ഇങ്ങനെ അലഞ്ഞു തിരിയായിരുന്നു. ആ കാലഘട്ടങ്ങളാണ് നമുക്ക് ഒരുപാട് ഈ എന്താ പറയുക രോഗങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഒരുവിധം അലഞ്ഞു തിരിഞ്ഞ വർഗ്ഗങ്ങളാണ്. നോർമൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ വർഗ്ഗങ്ങളായിരുന്നു നമ്മളായിരുന്നു ആദ്യം. പിന്നീട് സെറ്റിൽഡ് ആയപ്പോഴാണ് നമുക്ക് രോഗങ്ങളൊക്കെ വന്നു കൊടുക്കുന്നത്. പക്ഷെ അപ്പോൾ ഇതിനപ്പുറത്ത് ഈ കാർഷിക സമൂഹം എന്ന ഒരു അടിത്തറയിൽ സമൂഹം വികസിക്കുകയും ആ വികാസത്തിൻ്റെ തുടർച്ചയിൽ മതത്തിൻ്റെ വേരുകൾ വരികയും ചെയ്യുന്നു. അത് 10,000 വർഷം തൊട്ട് ആരംഭിച്ച് 3,000 വർഷം വരെയുള്ള കാലത്ത്, കഴിഞ്ഞ 3,000 വർഷമുള്ള കാലത്ത് ഈ മതത്തിൻ്റെ ഒക്കെ പൂർവ്വരോഗങ്ങൾ വരികയും അതിലൊരുപാട് ഇതുണ്ട്. ഈ ടോട്ടമിക് കാലത്താണ് ആദ്യം വരുന്നത്. ഈ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യന് ആ പ്രദേശത്തെ ഏതെങ്കിലും പ്രതിഭാസം, മൃഗങ്ങളാവട്ടെ അല്ലെങ്കിൽ മരങ്ങളാവട്ടെ എന്താവട്ടെ, അതൊക്കെ അവൻ്റെ ഒരു ഉത്പത്തിയോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതാക്കുന്ന ഒരു ചര്യ. അതാണ് ഈ തോട്ടം കെട്ടുന്നത്. തോട്ടം കെട്ടി നമ്മുടെ ഈ മതങ്ങളുടെ ഒരു പൂർവ്വരൂപമാണ്. 18-ാം നൂറ്റാണ്ട് വരെ ഈ ആസ്ട്രേലിയയിലൊക്കെ ആ തോട്ടം കെട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ വയനാട്ടിലും തോട്ടം കെട്ടുണ്ട്, കുറച്ച് കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ മാറി ഇത് വരുന്നത് വെച്ചാൽ ഈ കാർഷിക സമൂഹത്തിന്റെ വികാസത്തോടനുബന്ധിച്ചാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സെറ്റിൽഡായ മനുഷ്യന് പിന്നീട് ആശയങ്ങളുടെ പെരുമഴ പ്രളയമാണ്. അതിന്റെ തുടർച്ചയിലാണ് ഓരോരോ ഈ മതങ്ങളുടെ പൂർവ്വരൂപങ്ങളും വരികയും അതാണ് മതം പരിണമിക്കുന്നത്. ദൈവം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കാലത്ത് ദൈവം ഉണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു ആശയ സംഹിത വെച്ചുകൊണ്ട് മനുഷ്യന്റെ മുന്നിൽ അത് വിടുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ അതെല്ലാം സംഭവിക്കുന്നത് മനുഷ്യനാണ്. ഇവിടെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഈ സൃഷ്ടിവാദികളാണ് നമ്മുടെ
ഏറ്റവും വലിയ ശത്രുക്കൾ. അതിൽ എന്നെ ഹുസൈനൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി നിൽക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ് നിയാണ്ടർത്താലിൽ നിയാണ്ടർത്താലിനായിട്ട് മനുഷ്യവർക്കുണ്ട്, വേറൊരു മനുഷ്യവർക്കാണ്, മനുഷ്യനല്ലത്. നമ്മൾ അവർ ജനിച്ചക്കാർ ഭയങ്കര വ്യത്യാസമുണ്ട്. അവർക്ക് ദൈവവിശ്വാസികളായിരുന്നു, അതിന് തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഞാൻ തെളിവ് ചോദിച്ചു. ഇദ്ദേഹത്തിന് തെളിവും തരാനില്ല. കാരണം അവർക്ക് ഇല്ല. കാരണം അവർ ടൂൾസ് മൗസ്റ്റീരിയൻ എന്നാണ് അവരുടെ സംസ്കാരത്തിൻ്റെ പേര്. ആ സംസ്കാരത്തിൽ അവർ ഉപയോഗിച്ച ടൂൾസ് ഒരു കരിങ്കല്ലാണ്. കരിങ്കല്ല് ചെത്തിക്കൊണ്ട് ഇത് നമ്മളുടെ ഇന്നത്തെ ഈ മൊബൈലും കമ്പ്യൂട്ടറൊക്കെ സംസ്കാരമായിട്ട് ആ ടൂൾസിനൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ മതി, നമുക്ക് പെട്ടെന്ന് അതിന് ഉത്തരം കിട്ടും. അത്തരം ഒരു ടൂൾസ് അത്തരം മാത്രമല്ല ഈ നിയാണ്ടർത്താലിന് ഭാഷയില്ല. ഭാഷ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഇപ്പൊ എന്തെല്ലാം ഈ കാര്യങ്ങൾ അതിനടുത്ത് അനുബന്ധമായിട്ട് വരുന്നത്. ഭാഷയുടെ അടുത്തിൽ എന്ത് പ്രാർത്ഥന, ആശയങ്ങളും തലച്ചോറിൽ വീഴുന്ന. അതുകൊണ്ട് നമുക്കിത് ഒരിക്കലും വരില്ല എന്നാണ്. അത് വരുന്നത് മതങ്ങൾ വരുന്നത് പിന്നീട് ഈ 10,000 വർഷത്തിന് ശേഷമുള്ള കാലത്താണ്. അതിലൊരിക്കലും താഴോട്ട് പോയിട്ട് ഒരിക്കലും മതത്തെ കണ്ടെത്താൻ പറ്റില്ല. അത് വളരെ ആർക്കിയോളജിക്കലായിട്ടും ജെനറ്റിക്കലായിട്ടും നമുക്ക് വ്യക്തമായി തെളിവുകളുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് വിശദമായിട്ട് നമുക്ക് പോകാം. ഈ വലിയ തോതിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചകളൊക്കെ വലിയ തോതിലുള്ള കാരണം ആയി ഇസ്ലാം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇന്ന് നമുക്കറിയാവുന്ന ശാസ്ത്രവുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് അന്ന് തന്നെ അറിയാവുന്ന ശാസ്ത്രവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. കാരണം ഭൂമി ഉരുണ്ടതാണ് എന്ന് ഇറാസ്തോസ്തനീസ് മുഹമ്മദ് ജനിക്കുന്നതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇറാസ്തോസ്തനീസ് അങ്ങനെയുള്ള ഒരു സങ്കല്പം മുന്നോട്ട് വെച്ചത്. ഭൂമി ഉരുണ്ടതാണെന്നുള്ളത്. പിന്നീട് മുഹമ്മദ് ഖുർആനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂമി പരന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ അർത്ഥശാഖക്കിടയില്ലാത്ത വിധത്തിന് ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാവും പകലൊക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ ഒരു സാധനത്തെ കുറിച്ചൊക്കെ അന്നുണ്ടായിരുന്ന അറിവുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും തീർത്തും തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. വിശദമായിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീടൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ചർച്ചകളാവാം. ഈ പറയുന്ന വാദങ്ങൾ തീർത്തും അസംബന്ധമാണ് എന്നുള്ളത് യാതൊരു സംശയവും. ഞാൻ പറയാം. അതിനിപ്പോ പിന്നെ എന്താണ് അവിസിന്ന അല്ല ഇതില് ജീവശാസ്ത്രത്തിൽ അതിന് അൽജബാർ എന്ന് പറഞ്ഞ ഇവരൊക്കെ അറബികളാണ് എങ്കിൽ പോലും അബിസിന്ന ഏറ്റവും വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ തോതിലുള്ള സംഭാവനകൾ നൽകിയ ഒരു അറേബ്യൻ വംശജനാണ്. അബിസിന അങ്ങനെ എന്തോ ആണ് പുതിയ ഇതില് നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ ആ പേര് പറയുന്നത്. അപ്പൊ അബിസിന്ന എന്ന് പറയുന്ന വൈദ്യവിശാരദൻ ഒരു തരത്തിലും ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരാളായിരുന്നില്ല. അദ്ദേഹം അറേബ്യയിൽ ജീവിച്ച് ജനിച്ചു മരിച്ചു പോയ ഒരാളെന്നല്ലാതെ അദ്ദേഹം ഇസ്ലാമുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട ആളായിരുന്നില്ല. ഇത് ഉയർത്തി കാണിച്ച അറേബ്യൻ സംസ്കാരം എന്ന് പറയുന്നത് അത് ഇസ്ലാമിക സംസ്കാരമാണ് എന്ന് പറയുന്നത് തന്നെ തെറ്റായ ഒരു കാര്യമാണ്. അപ്പം ഇത് അറേബ്യൻ സംസ്കാരത്തിൽ നിന്ന് അറേബ്യൻ അല്ലെങ്കിൽ അവിടെ അന്ന് ജീവിച്ചിരുന്ന ആളുകൾ ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകളൊന്നും തന്നെ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമുക്ക് ഇന്ത്യയിൽ നിന്ന് രാമാനുജൻ ഉണ്ടാകുന്നത് അത് ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പരിഹാസ്യമാണോ അതുപോലെ തന്നെയാണ് അറേബ്യൻ സംസ്കാരവുമായി അല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് അൽജബാറും ഓൾജിബ്രയും അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ വൈദ്യശാസ്ത്രവും ഒക്കെ എന്ന് പറയുന്നതിന് മാത്രം, അല്ലെങ്കിൽ ഇവിടുത്തെ സംഘപരിവാരങ്ങൾ പറയുന്നത് സംഘികൾ പറയുന്നത് പോലെ ഇതൊക്കെ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ന് പറയുന്നതിന് എത്രമാത്രം പരിഹാസ്യമാണോ അത്രയും തന്നെ പരിഹാസ്യമാണ് മറ്റത്. അല്ലാതെ പോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊന്നും അങ്ങനെ ഒരു ഇത് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല എന്ന് പറയുന്ന ആ പ്രമാണങ്ങളിലൊന്നും തന്നെ ഉണ്ടെങ്കിൽ ആ പ്രമാണങ്ങളിലാണ് വരേണ്ടത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ ഈ അവിസിന്നെയൊക്കെ പ്രക്ഷേപണം ചെയ്തിട്ടുള്ള വൈദ്യശാസ്ത്ര മേഖലയിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടതായിരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലാണ് വരേണ്ടത്. ഓൾജിബ്ര എന്നാൽ പിന്നെ ഇസ്ലാമിന്റെ പ്രമാണമായിട്ടുള്ള ഖുർആനിലോ സുന്നത്തിലോ ആണ് വരേണ്ടിയിരുന്നത്, ഹദീസുകളിലോ വരണമായിരുന്നു. പക്ഷെ ഓൾജിബ്രയെ കുറിച്ച് ഒരു പരാമർശവും നമുക്ക് ഖുർആനിലോ ഹദീസിലോ കാണാൻ കഴിയില്ല. രാമാനുജൻ മുന്നോട്ട് വച്ചിരിക്കുന്ന പിന്നെ കണക്ക്
മാത്തമാറ്റിക്സിനെ കുറിച്ച് നമുക്ക് ഹിന്ദുക്കളുടെ ഒരു പുരാണത്തിലും അല്ലെങ്കിൽ ആധുനിക പുരാണങ്ങളിലായിട്ട് ഗണിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ പോലും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അത് ചുമ്മാ ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ മതത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന മതവാദികളുടെ ഒരു കാര്യമെന്നല്ലാതെ നമുക്ക് മറ്റ് ഫാക്ച്വൽ എവിഡൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും തന്നെ അതിലില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിൽ ഇന്നത്തെ നമ്മൾ കാണുന്ന റെയിൽവേ ഏറ്റവും കൂടുതൽ ഈ റെയിൽവേയുടെ ഭൂരിഭാഗം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യ വളർന്ന് വികസിക്കണമെന്ന് ബ്രിട്ടീഷുകാരുടെ മോഹമാണ് അത് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ പറയും, തെറ്റായി ധരിക്കാത്തതുപോലെ ഇതൊക്കെ ഉണ്ടാക്കിയത് അവർക്ക് വേണ്ടിയാണ്. അതിന്റെ ഒരു പാർശ്വഫലം എന്നുള്ള നിലക്ക് അതിൽ നിന്ന് ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുമ്പോൾ അവരുടെ ഇടൻ അതിൽ തന്നെയുണ്ട്, പറഞ്ഞതിൽ തന്നെ ഉത്തരവുണ്ട്. ഇടൻ അജണ്ടാസ് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുകയും ഇതേ പ്രവർത്തനങ്ങൾ നടത്തുന്ന മദർ തെരേസയോടോ അല്ലെങ്കിൽ വേറെ മദർ തെരേസയുടെ ഒന്നും നമുക്ക് പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ മദർ തെരേസയോ അതുപോലുള്ള ആളുകളെയോ നമ്മൾ ഏറ്റവും ശരി എന്ന് കാണുമ്പോഴും മദർ തെരേസയ്ക്ക് പിന്നെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമ്മുടെ സലവിന്റെ മുറകൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. പൊളിറ്റിക്കലി കറക്റ്റ് ആവുക എന്നുള്ളത് പലപ്പോഴും തെറ്റായ ഒരു പരികല്പനയായിട്ടാണ് ഞാൻ കാണുന്നത്. പൊളിറ്റിക്കലി ഇന്ന് ഞാനൊരു ഇസ്ലാമോഫോബ് ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഫ്ലാറ്റിൽ ഒരു മുസ്ലിമിന് ഫ്ലാറ്റ് കൊടുക്കില്ല അല്ലെങ്കിൽ ഫ്ലാറ്റ് കൊടുക്കാൻ വേണ്ടി എന്റെ ഹൗസ് ഓണർ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് ഇസ്ലാം തീവ്രവാദത്തോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ കൊണ്ടോ ആണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇറക്കുമ്പോൾ ഞാനും ഒരു ഇസ്ലാമോഫോബാണ് എന്ന് പറയാൻ അത് പൊളിറ്റിക്കലി കറക്റ്റ് ആയില്ലെങ്കിലും, കാരണം ഡിവൈഎസ്പി സുകുമാരൻ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന ഒരു കാര്യമാണ്. കണ്ണൂരിലുള്ള ഡിവൈഎസ്പി സുകുമാരൻ പറയുന്നു, മുസ്ലിങ്ങളുടെ ഈ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവരുടെ മദ്രസ വിദ്യാഭ്യാസമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയമായിട്ട് ശരിയായിരിക്കാൻ വേണ്ടി ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയുകയും അത് നമ്മൾ രാഷ്ട്രീയമായിട്ട് ശരിയായിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുമ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല. ഇസ്ലാമിസ്റ്റുകളുടെ പ്രധാന പ്രശ്നം അവരുടെ മദ്രസ വിദ്യാഭ്യാസം തന്നെയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ ഈ തരത്തിലുള്ള മിഷണറിമാരൊക്കെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ അവരുടെ അജണ്ടകൾ നടപ്പാക്കാനുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗുണം കിട്ടിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അവർ അങ്ങനെ പ്രവർത്തിച്ചിട്ട് വേണോ നമുക്ക് ഗുണം, അല്ലാതെ തന്നെ നമ്മൾ ഗുണത്തിലേക്ക് എത്താനുള്ള ശാസ്ത്രം അതിന്റെ വഴിയിൽ, സ്വതന്ത്ര ചിന്ത അതിന്റെ വഴിയിൽ തന്നെ ഗുണകാംക്ഷയോടുകൂടി തന്നെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭരണകൂടങ്ങൾ ചെയ്യുന്നുണ്ട്. മതേതരമായ ഭരണകൂടങ്ങൾ, ഇന്ത്യയുടെ ഭരണകൂടം മതേതരമാണ്. നമുക്ക് ഒരു തരത്തിലും അത് അങ്ങനെയല്ല എന്ന് പറയാൻ കഴിയില്ല. സമീപകാല ചില ഉദാഹരണങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, പക്ഷേ എക്കാലത്തും ഇന്ത്യയുടെ ഭരണകൂടം മതേതരമായിരുന്നു. ആ മതേതര ഭരണകൂടം മതേതരമായ വളർച്ചയ്ക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിൻ്റെതായാലും ഇനി ഏത് തരത്തിലുള്ളതായാലും വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഇന്ത്യക്കാരന് ഗുണകരമായി ഭവിക്കുന്നത് ഏതുപോലെയാണോ അതുപോലെ മാത്രം മറ്റത് കണ്ടാൽ മതി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പഠിക്കുന്നതെല്ലാം ശരിയാവണമെന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ ശരിയായിട്ട് പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ ഏതൊരു സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ഏതൊരു ചിന്ത, നമ്മുടെ ഏതൊരു എഴുത്ത്, നമ്മുടെ ഏതൊരു പ്രസംഗം പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്ന് മലയാളികളുടെ നിർബന്ധമാണ്. അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ഒരു അശ്ലീല പദമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഇസ്ലാമിനെ എതിർക്കുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ ഹിന്ദുയിസത്തെ എതിർക്കുക, ഹിന്ദുയിസത്തെ എതിർക്കുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ ഇസ്ലാമിനെ കൂടി എതിർക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാം, ഞാൻ പറഞ്ഞ ഉദാഹരണം, ഇസ്ലാമോഫോബാണോ ഞാനെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഇസ്ലാമോഫോബാണ് എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ലാതെ പറയാൻ പറ്റും. കാരണം ഞാൻ പേടിയൊന്നുണ്ട് അതിനെ. ഞാനിത് ഒരു പറയുമ്പോൾ എന്റെ ജീവനിൽ തന്നെ എനിക്ക് പേടിയുണ്ട്. ആ തരത്തിൽ ഞാൻ ഒരു ഇസ്ലാമോഫോബ് തന്നെയാണ്. എന്തിനാ ഞാൻ അത് പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ വേണ്ടി ഞാൻ എന്തിനു പറയണം ഞാൻ ഇസ്ലാമോഫോബ് അല്ല എന്ന്? കാരണം അവരുടെ മദ്രസ പഠനത്തിൽ തന്നെയാണ് അവരുടെ വൈരുദ്ധ്യം അല്ലെങ്കിൽ അതിന്റെ ഭീകരത കുടികൊള്ളുന്നത്. ഖുർആൻ പഠനത്തിൽ തന്നെയാണ് ഭീകരത കുടികൊള്ളുന്നത്. കാരണം ഖുർആനിൽ തന്നെ കൃത്യമായിട്ട് അന്യമതത്തിനെ കൊല്ലുക എന്നുള്ള വാക്കുകൾ നിരവധി തവണ ആവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ കോണ്ടെക്സ്റ്റിലാണ്
അത് പറഞ്ഞത് ടെക്സ്റ്റ് മാത്രം പറയരുത് എന്ന് ചോദിക്കുമ്പോൾ ആ കോണ്ടെക്സ്റ്റ് കഴിഞ്ഞു പോയെങ്കിൽ ആ സാധനം തന്നെയാണ് മാറ്റിക്കളയേണ്ടതല്ലേ? ഇപ്പോ രാജു വാടാനപ്പള്ളി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പരിണാമം തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഒറ്റ ഒരു ഫോസിൽ കിട്ടിയാൽ മതി. പരിണാമം ശരിയാണ്, പരിണാമം തെറ്റാണ് എന്ന് പറഞ്ഞാൽ പോരാ. പരിണാമം തെറ്റാണ് എന്ന് പറയാൻ ഒരു ഫോസിലെങ്കിലും കാണിച്ചു തന്ന് പരിണാമം ശരിയായ പരിണാമത്തെ പ്രഡിക്റ്റ് ചെയ്യുന്ന നിരവധി ഫോസിലുകൾ ആ പ്രഡിക്റ്റ് ചെയ്ത അതേ സ്ഥലത്ത് കാണുന്നു നമ്മൾ. അപ്പൊ അതിന്റെ വിശ്വാസ്യതയാണ്, അതിന്റെ ശാസ്ത്രീയതയാണ് തെളിയിക്കുന്നത്. പരിണാമം തെറ്റാണ് എങ്കിൽ പരിണാമം തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു ഫോസിൽ കാണിച്ചു തരൂ. ഇത് തെളിവേ ചോദിക്കുന്നുള്ളൂ നമ്മൾ. പരിണാമം തെറ്റെങ്കിൽ ഒരു ഫോസിൽ. ഇത് മതത്തെ കുറിച്ച് അല്ലാതെ നിങ്ങൾ പേഴ്സണലി മതത്തിൽ വിശ്വസിക്കുന്നുവോ നിങ്ങൾ പേഴ്സണലി മതത്തിൽ വിശ്വസിക്കുന്നില്ലേ എന്നുള്ളത് നമ്മുടെ കൺസേൺ അല്ല എന്നത്. നിങ്ങൾ മുസ്ലിങ്ങൾക്ക് ഇടയിലുള്ള മുജാഹിദ് സുന്നി തർക്കങ്ങൾ ശ്രദ്ധിക്കൂ, അതിലെ സീഡികൾ ശ്രദ്ധിക്കൂ. അവർ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. എന്ത്? അക്ബറിന് കോടിക്കണക്കിന് രൂപ വിദേശ സഹായം വരുന്നുവെന്ന് യുക്തിവാദികളല്ല പറയുന്നത്, അവരുടെ ഉള്ളിൽ തന്നെയുള്ള ആളുകളാണ് പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ വിദേശ സഹായം വരുന്നുവെന്ന്. ഈ കോടിക്കണക്കിന് രൂപയുടെ വിദേശ സഹായം വിട്ടുകളഞ്ഞ് അതിന് പുറത്തേക്ക് വരൂ. മതവൽക്കരണത്തിന്റെ കൂടെ തന്നെ കച്ചവടവൽക്കരണമുണ്ട്. അല്ലാതെ മതത്തിലുള്ള ഏതെങ്കിലും ആളുകൾ, ഏതെങ്കിലും ഒരു ഫാദർ, എനിക്ക് ഒരു ഫാദർ കോഴിക്കോട് വെച്ചിട്ട് അവയവ ദാനം ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. യുക്തിവാദികളായിട്ടുള്ള എല്ലാ ആളുകളും അതിനെ സമ്പത്മന സ്വാഗതം ചെയ്തു. അക്ബറോട് ചോദിച്ചു, അക്ബർ പറയുന്നു ഇസ്ലാം മതം അവയവദാനത്തെ എതിർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ എതിർത്തു എന്ന് പറയുന്ന നിരവധി സൂക്തങ്ങൾ നമ്മൾ പറയുമ്പോൾ, പക്ഷേ നിങ്ങൾ അങ്ങനെ പറയുകയാണോ എതിർത്തിട്ടില്ല എന്ന് നിങ്ങൾ വാദത്തിനെങ്കിലും സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറുണ്ടോ നിങ്ങളുടെ അവയവം എന്ന് ചോദിക്കുമ്പോൾ പോലും ഗർഭം പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരു കൃത്യമായ ഉത്തരം പറയുന്നില്ല അദ്ദേഹം. ഇവിടെ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ആരുടെയെങ്കിലും മതവിശ്വാസം നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. എന്നെ സംബന്ധിച്ച് പേഴ്സണലി ആരുടെ മതവിശ്വാസവും മതവിശ്വാസി ഇല്ലായ്മയും ലീസ്റ്റ് കൺസേൺ ആണ്. ഏറ്റവും ലീസ്റ്റ് ആണ് അതിന്റെ കൺസേൺ. ഞാനൊരു മതവിശ്വാസിയാണോ അല്ലേ, അല്ലെ നിങ്ങളൊരു മതവിശ്വാസിയാണോ അല്ലേ എന്നുള്ളത് എന്റെ ഏറ്റവും ലീസ്റ്റ് കൺസേൺ ആണ്. പക്ഷെ നിങ്ങൾ ഒരു അബ്സല്യൂട്ട് വാദം മുന്നോട്ട് വെക്കുന്നുവെങ്കിൽ അതിനെ ഞാൻ എതിർക്കും. കാരണം അതെന്റെ ബോധ്യമാണ്, ശാസ്ത്രീയമാണ്. അപ്പോൾ ഏതായാലും സമയം അതിക്രമിക്കുന്നു, എനിക്കും പോകേണ്ടതുണ്ട്. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന മുഴുവൻ ആളുകൾക്കും എൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുന്നു. നന്ദി.